يا أيها الناس ضرب مثل فاستمعوا له إن الذين تدعون من دون الله لن يخلقوا ذبابا ولو اجتمعوا له وإن يسلبهم الذباب شيئا لا يستنقذوه منه ضعف الطالب والمطلوب. وصلى الله على نبينا محمد وآله وصحبه أجمعين. ബഹുമാന്യ സഹോദരങ്ങളെ, എൻ്റെ ആത്മസുഹൃത്ത് ഈസാ മൗലവി സാഹിബ് അവർ പറഞ്ഞതുപോലെ ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന പരിശുദ്ധ വചനത്തിൻ്റെ അർത്ഥം പറയാൻ എനിക്ക് വളരെ സന്തോഷമാണ്. ഇതുപോലെയുള്ള സദസ്സുകളിൽ ക്ഷണിക്കപ്പെട്ടാൽ ഞാൻ ആ വിഷയം കാര്യമായി കണക്കിലെടുക്കൽ പതിവാണ്. പക്ഷെ അത് മാത്രം പോരാ, അഷ്ഹദു എന്നതും പറയണം. ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് മാത്രം ചൊല്ലിയാൽ പോരല്ലോ, അഷ്ഹദു അന്ന അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്നാണല്ലോ ചൊല്ലേണ്ടത്. അത് കാര്യമായി പരിഗണിക്കേണ്ട വിഷയം തന്നെയാണ്. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ്, അല്ലാഹു അല്ലാതെ ആരാധനക്കർഹൻ ഇല്ല, അവൻ മാത്രമേ ഉള്ളൂ അതിനർഹൻ എന്ന വിഷയത്തിന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണ്. സാക്ഷ്യം വഹിക്കുക, ഒരു കാര്യത്തിന് ഒരാൾ സാക്ഷിയാകൽ എങ്ങനെയാണ്? ആദ്യമായി ആ കാര്യം നല്ലവണ്ണം ബോധ്യപ്പെടുക, മനസ്സിലാക്കുക. എന്തെല്ലാം തർക്കങ്ങളും ചോദ്യങ്ങളൊക്കെ വന്നാലും മനസ്സിന് ഇളക്കം തട്ടാത്ത വിധത്തിൽ മനസ്സിൽ അത് ഉറക്കുക. പിന്നെ അത് തുറന്നു പറയുക. അതിനെതിരായി എന്തെങ്കിലും കേട്ടാൽ അവിടെ അതിന് ന്യായമായ നിലയിൽ നേരിടുക. ആക്ഷേപങ്ങൾക്കും ചോദ്യങ്ങൾക്കും ഉത്തരം കൊടുക്കുക. പിന്നെ അതനുസരിച്ച് ജീവിക്കുക. ഇതെല്ലാം കൂടിയാകുമ്പോഴേ ഷഹാദത്ത്, സാക്ഷ്യം വഹിക്കൽ നിറവേറുകയുള്ളൂ. അല്ലാതെ നമ്മളത് തൊള്ളോണ്ട് പറഞ്ഞാൽ പോരാ. എപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്, എല്ലാവരും പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട്. വിശേഷിച്ച് എല്ലാ പള്ളികളിൽ നിന്നും ദിവസേന 10 പ്രാവശ്യം അല്ല, അഷ്ഹദു കൂടാതെ ബാങ്കിന്റെ അവസാനത്തിലൊരു പ്രാവശ്യം, അപ്പൊ 15. എല്ലാ പള്ളികളിൽ നിന്നും ഉറക്കെ വിളിച്ചു പറയുന്നു. കേട്ടവരൊക്കെ അത് ശരിവെക്കുകയും ചെയ്യുന്നു. അങ്ങനെ വലിയൊരു നിലയിലാണ് അള്ളാഹു ഈ കാര്യം വെച്ചിരിക്കുന്നത്. ഇത് നാം നിത്യേന അനുഷ്ഠിച്ചുകൊണ്ടിരിക്കുന്ന ഒന്നാണല്ലോ ഈ ബാങ്ക് വിളിക്കൽ. സമൂഹം ഒട്ടാകെ അങ്ങനെ പറയുന്നുണ്ടെങ്കിലും അവരുടെ സ്വഭാവവും നടപടിയും പരിശോധിച്ചാൽ അതിന് യോജിക്കുന്നുണ്ടോ എന്നുള്ളത് വലിയൊരു വിഷയമാണ്. അഷ്ഹദു എന്നതും കൂടി കണക്കിലെടുത്താൽ വളരെ ഗൗരവത്തിലാണ് വരുന്നത്. അതായത് അല്ലാഹു ആകുന്നു ഇലാഹ്, വേറെ ഇലാഹില്ല എന്ന വിഷയത്തിന് നമ്മൾ ഓരോരുത്തരും സാക്ഷിയാകണം. ഇതൊരു മന്ത്രോച്ചാരണമല്ല. ഓരോരുത്തരും അവനവന്റെ കാര്യം പറയണം. ഞാൻ അതിന് സാക്ഷിയാണെന്ന് ഞാൻ ഉത്തരവാദിത്തപ്പെട്ട് പറയുന്നു, നീ ഓരോരുത്തരും പറയുന്നു. അപ്പൊ എങ്ങനെയാണത് എന്നറിയേണ്ട ഒരു സംഗതിയാണ്. ആദ്യമായി അല്ലാഹു അല്ലാതെ വേറെ ഇലാഹില്ല എന്ന് വെച്ചാൽ എന്ത് എന്ന് പറയട്ടെ. ഇലാഹി എന്ന് വെച്ചാൽ ആരാധിക്കപ്പെടുവാൻ അർഹൻ എന്നർത്ഥമാണ്. അത് അല്ലാഹുവേ ഉള്ളൂ, വേറെ ആരുമില്ല എന്നാണ് പറയുന്നത്. എന്താ ആരാധന? അത് മനസ്സിലായാലല്ലേ ഈ വിഷയം മനസ്സിലാക്കാൻ നിവൃത്തിയുള്ളൂ. ആരാധന എന്ന് വെച്ചാൽ എന്ത് എന്നതിനെ പറ്റി അല്ലാഹുവിന്റെ റസൂൽ നമുക്ക് പറഞ്ഞു തന്നു. പരിശുദ്ധ ഖുർആനിൽ ഈ കാര്യം വളരെയധികം ആവർത്തിച്ച് പറഞ്ഞിട്ടുണ്ട്. എന്താണ് അതിന്റെ ആശയം എന്നുള്ളത് അല്ലാഹുവിന്റെ റസൂൽ വിശദീകരിച്ചിട്ടുണ്ട്. വളരെ ചുരുങ്ങിയ വാചകത്തിൽ, വളരെ ലളിതമായ വാചകത്തിൽ
മനസ്സിലാക്കാനും ഒരു പ്രയാസവുമില്ല, അതനുഷ്ഠിച്ച് ജീവിക്കാനും പ്രയാസമില്ല. അങ്ങനെയാണ് കാര്യം. അത് വളരെ പ്രയാസമാണെന്ന് പറയുന്നവരും പ്രയാസമാക്കി തീർത്തവരും ഉണ്ട്. അത് നമുക്ക് പിന്നെ പറയാം. ഇപ്പോൾ ശരിയായിട്ടുള്ളത് വിശദീകരിക്കട്ടെ. പരിശുദ്ധ ഖുർആനിൽ ഏതൊരു കാര്യം പറഞ്ഞുവോ അതിനെപ്പറ്റി അള്ളാഹുവിന്റെ റസൂൽ വല്ലതും വിശദീകരിച്ചിട്ട് കണ്ടാൽ അത് തന്നെയാണ് അതിന്റെ ആശയം എന്നുള്ളത് ഉറപ്പാണ്. എന്താണ് ആ വിശദീകരണവും അള്ളാഹു തന്നെ പഠിപ്പിച്ചത് നബിയെ. പരിശുദ്ധ ഖുർആൻ നബിയെ പഠിപ്പിച്ചത് അള്ളാഹു ആണ്. ഖുർആന്റെ വിശദീകരണം നബിയെ പഠിപ്പിച്ചതും അള്ളാഹു തന്നെ. അർ-റഹ്മാനു അല്ലമൽ ഖുർആൻ, റഹ്മാനായ റബ്ബ് ഖുർആൻ പഠിപ്പിച്ചു. അലൈനാ ബയാനുഹു, അതിന്റെ വിശദീകരണം നബിയെ പഠിപ്പിക്കേണ്ട ചുമതല നാം തന്നെ ഏറ്റെടുത്തിരിക്കുന്നു എന്ന് അള്ളാഹു പറഞ്ഞു. അപ്പോൾ ഖുർആനിൽ അങ്ങുന്നിങ്ങോളം നോക്കിയാൽ നൂറുകണക്കിന് ആയത്തുകളിൽ ഉറപ്പിച്ച് പറഞ്ഞിട്ടുള്ള ഒരു വിഷയമാണ് ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്നത്. എന്താണ് ഇബാദത്ത് എന്നതിനെപ്പറ്റി അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ വാചകം വളരെ ലളിതമാണ്. ഖുർആനിലും ഹദീസിലും ഇതിന്റെ വിശദീകരണം വന്നിട്ടില്ലെന്ന് ചിലർ പറഞ്ഞു നടക്കുന്നുണ്ട്. അത് ഭയങ്കരമായ നന്ദികേടാണ്, നിഷേധമാണ്. വലിയ അത്ഭുതമാണ് ആ കാര്യം. ഖുർആനിലും ഹദീസിലും ഇതിനെപ്പറ്റി വിശദീകരണം ഇല്ലാന്ന് ഒരു വലിയ മഹാപണ്ഡിതൻ എഴുതി ആളൊക്കെ പ്രചരിപ്പിച്ചിരിക്കുന്നു. എത്ര ഭയങ്കരമായ നന്ദികേടാണിത്. എന്താണ് റസൂൽ പറഞ്ഞതെന്ന് അറിയുമോ? അദ്ദുആഉ ഹുവൽ ഇബാദ. ഖലാസ്. ഒരൊറ്റ പ്രാവശ്യം കേട്ടാൽ കാണാപ്പാടാക്കാൻ കഴിയുന്ന ഒരു ചെറിയ വാചകം, അത് മതി. അദ്ദുആഉ ഹുവൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. അത് തന്നെ, പ്രാർത്ഥനയാണ് ആരാധന എന്ന് പറഞ്ഞു. എന്താ പ്രാർത്ഥന? അവിടെയും ചിന്താക്കുഴപ്പം ഇളക്കി വിട്ടിരിക്കുന്ന ചില ആളുകൾ. ഒരാൾ വയന്ന് പറഞ്ഞതായി കേട്ടവരിൽ നിന്ന് ഞാൻ അറിഞ്ഞു. ഒരു മനുഷ്യൻ കിണറ്റിൽ വീണുപോയാൽ കിണറ്റിൽ നിന്ന് രക്ഷപ്പെടുത്താൻ വേണ്ടി, കരകയറ്റി തരാൻ വേണ്ടി കിണറ്റിന്റെ കരയിൽ നിൽക്കുന്ന ആളെ വിളിച്ച് അപേക്ഷിക്കലും മുഹദ്ദീൻ ഷെയ്ഖെ എന്നെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടലും രണ്ടും ഒരുപോലെയാണ്. ഒരുപോലെയാണെന്ന് വെച്ചാൽ ഈ കരയിൽ നിൽക്കുന്ന ആളെ വിളിച്ചു തേടുന്നതിന് ആക്ഷേപമില്ലല്ലോ, അതുപോലെ മറ്റതിനും ആക്ഷേപമില്ല എന്ന് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് ഈ പ്രാസംഗികൻ. അങ്ങനെ ആകെ കുഴച്ചു മറിച്ച് നാശമാക്കിയിരിക്കുന്നു. അതുകൊണ്ട് അതൊന്ന് വിശദീകരിക്കൽ ആവശ്യമായി വന്നു. ശരി, പ്രാർത്ഥന എന്ന് വെച്ചാൽ എല്ലാവിധ അപേക്ഷകൾക്കും പ്രാർത്ഥന എന്ന് നമ്മൾ പറയലില്ലല്ലോ. പച്ചപരമാർത്ഥത്തിൽ നേർക്കുനേരെ ചിന്തിച്ചാൽ മനസ്സിലാക്കാവുന്നതേ ഉള്ളൂ ആ കാര്യം. നമ്മളൊരു രോഗിയെ ആശുപത്രിയിൽ കൊണ്ടു ചെന്നിട്ട് അവിടെ വേണ്ടപ്പെട്ടവരോട് പറയാണ്, ഇതാ ഞങ്ങളുടെ ഈ രോഗിയെ ഇവിടെ കിടത്തി ചികിത്സിച്ച് തരണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്ന് പറയും. ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു എന്ന് ആരെങ്കിലും പറയലുണ്ടോ? ഇല്ല, പറയലില്ല. അപേക്ഷിക്കുക എന്ന് പറയും. അതുപോലെ നമ്മളുടെ ഒരു കുട്ടിയെ കോളേജിൽ ചേർത്ത് പഠിപ്പിക്കാൻ വേണ്ടി ചെന്നിട്ട് പ്രിൻസിപ്പാളോടും മറ്റ് വേണ്ടപ്പെട്ടവരോടും ഞങ്ങളുടെ കുട്ടിക്ക് ഇവിടെ അഡ്മിഷൻ കൊടുക്കണമേ എന്ന് ഞങ്ങൾ അപേക്ഷിക്കുന്നു എന്നല്ലാതെ പ്രാർത്ഥിക്കുന്നു എന്ന് ആരെങ്കിലും പറയലുണ്ടോ? അത് തന്നെ കാര്യം. അപ്പൊ പ്രാർത്ഥന എന്നുള്ളത് ഒരു പ്രത്യേക തരത്തിലുള്ള അപേക്ഷയാണ്. എല്ലാ അപേക്ഷക്കും പ്രാർത്ഥന എന്ന് പറയുകയില്ല. എന്ത് അടിസ്ഥാനമാണ്, അതിന്റെ അടിസ്ഥാനം എന്തെന്നുള്ളത് മനസ്സിലായാൽ കാര്യം ക്ലിയറായി. ഞാൻ ഉദാഹരണം പറയാം. ശക്തിയായി കാഴ്ചടിച്ചിട്ട് നമ്മളെ വീട്ടിന്റെ മുറ്റത്തുള്ള ഒരു തെങ്ങ് വീട്ടിന്റെ നേരെ ചാഞ്ഞു വരികയാണ്. അതിങ്ങോട്ട് പറഞ്ഞു വീണാൽ വീട് തകരും, വമ്പിച്ച നാശനഷ്ടങ്ങൾ ഉണ്ടാകും. ഈ ഘട്ടത്തിൽ ഒരു മുട്ടുകൊടുത്ത് തെങ്ങ് താങ്ങി നിർത്താനും കഴിയുന്നില്ല, കമ്പി വലിച്ചു കെട്ടാനും കഴിയുന്നില്ല. എങ്ങനെയെങ്കിലും അപകടം കൂടാതെ രക്ഷപ്പെടണമെന്നുള്ള ആശ ശക്തിയായി മനസ്സിൽ ഉണ്ട്. ഒരു വഴിയും കാണുന്നില്ല ഇതിന്. ഭൗതികമായിട്ടുള്ള യാതൊരു മാർഗവും അവിടെ ഇല്ല. ആ സമയത്ത് മനസ്സിൽ നിന്നൊരു ആഗ്രഹം ഇളകി വശമാവില്ല മനുഷ്യർക്ക് അതുണ്ടാവും. പോത്തിനും മൂരിക്കും അതുണ്ടാവില്ല. മനുഷ്യർക്കുള്ള ഒരു ജന്മവാസനയാണത്. ശരി, ഈ അപേക്ഷയാണ് യഥാർത്ഥത്തിൽ പ്രാർത്ഥന.
അത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ എന്നാണ് ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയത്തിൽ വരുന്നത്. വേറെ ആരോടും പ്രാർത്ഥിക്കാൻ പാടില്ല. ആരോടെന്ന് വെച്ചാൽ ബന്ധപ്പെട്ട ഒരു വ്യക്തി ഉണ്ട്, അവിടെയും കൂടി അപേക്ഷിക്കാൻ പാടില്ല. ആരാണ് ആ വ്യക്തി? കാറ്റിന്റെ കാര്യത്തിൽ അള്ളാഹു കൽപ്പിച്ചാക്കിയ മീക്കായിൽ എന്ന മലക്ക്, ഇത് ഇസ്ലാമിന്റെ അഖീദയിൽപ്പെട്ടതാണ്. ആ മീക്കായിൽ എന്ന മലക്കിനോട് ബഹുമാനപ്പെട്ട മീക്കായിൽ എന്ന മലക്ക്, ഈ കാറ്റ് ഇത്ര ശക്തിയായിട്ട് ഈ തെങ്ങ് എന്റെ വീട്ടിന്റെ നേരെ ചാഞ്ഞു വന്നിട്ട് അത് പറഞ്ഞു വീണാൽ കാര്യം അപകടമായി പോകുമല്ലോ, അതുകൊണ്ട് അതിന്റെ ശക്തി ഒന്ന് ലഘുവാക്കണേ, അതല്ലെങ്കിൽ വേറെ വഴിക്ക് തിരിച്ചുവിടണേ എന്നിങ്ങനെ ഈ മീക്കായിൽ എന്ന മലക്കിനെ വിളിച്ച് അപേക്ഷിക്കാൻ പാടുണ്ടോ? പാടില്ല എന്നാണ് അവിടെ പറയുന്നത്. പിന്നെ ഒന്നുമല്ലാതെ യാതൊരു ബന്ധമില്ലാത്ത ചില ആളുകളെ വിളിച്ച് തേടുന്നത് വിഡിത്തം പോയത്തല്ലേ അത്? ഇവിടെ ഒരു വകണ്ട് പറയാൻ, പക്ഷെ അത് പാടില്ല. എന്തുകൊണ്ട് പാടില്ല? അള്ളാഹു വിരോധിച്ചതുകൊണ്ട്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്ന് അള്ളാഹു ആവർത്തിച്ച് പറഞ്ഞിരിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ ആശയം അതാണ്. അപ്പോൾ ഈ അപേക്ഷ ഉണ്ടല്ലോ, ഈ അപേക്ഷ അള്ളാഹുവിന്റെ മുമ്പിൽ സമർപ്പിക്കാൻ എന്താ മാർഗം? കത്തയക്കാൻ കഴിയൂല. ഇത് അള്ളാഹുവിന്റെ മേൽവിലാസത്തിലൂടെ കത്തയക്കാൻ പറ്റൂല, ഫോൺ ചെയ്യാൻ പറ്റൂല, ടെലക്സ്റ്റ് അടിക്കാനും പറ്റൂല, ഫാക്സും പറ്റൂല, ഒന്നും നടക്കൂല. പിന്നെ എന്താ പണി? നോക്കിയിട്ട് കാണുന്നില്ല. ഭൗതികമായ ദൃശ്യമായ മാർഗം ഇല്ല എങ്കിലും നമ്മൾ മനസ്സിൽ കരുതിയത് പോലും അറിയുകയും വേണ്ടത് ചെയ്യുകയും ചെയ്യുന്ന സ്വഭാവക്കാരനാണ് അള്ളാഹു. ആ നിലക്ക് അപേക്ഷ പറയലേ. അപ്പോൾ ഈ അപേക്ഷ സമർപ്പിക്കാൻ ദൃശ്യവും ഭൗതികവുമായ മാർഗമില്ല, അഭൗതികവും അദൃശ്യവുമാണ്. അവിടുന്ന് ആ അപേക്ഷ സ്വീകരിച്ചിട്ട് ഇങ്ങോട്ട് അതിന് വേണ്ടത് ചെയ്തു തരിക എന്നുള്ളതിനും ഭൗതികമായ ദൃശ്യമായ മാർഗമില്ല. അതും അഭൗതികവും അദൃശ്യവും തന്നെയാണ്. അതാണ് പ്രാർത്ഥന. അദൃശ്യമായ മാർഗത്തിൽ സമർപ്പിക്കുകയും അദൃശ്യമായ മാർഗത്തിൽ കൈകാര്യം ചെയ്യപ്പെടുകയും ചെയ്യുന്ന അപേക്ഷ, അതാണ് പ്രാർത്ഥന. അത് അള്ളാഹുവിനോട് മാത്രമേ ആകാവൂ, വേറെ ആരോടും ആയിക്കൂടാ എന്നുള്ളതാണ് ഇവിടെ പറയുന്നത്. അതാണ് ആരാധന. അദ്ദുആഉ വൽ ഇബാദ. വളരെ കാര്യമായി നിങ്ങളിത് പഠിച്ചോളി. ഇതാണ് ആരാധന. അപ്പോൾ അള്ളാഹുവെ രക്ഷിക്കണേ എന്ന് തേടിയാൽ അള്ളാഹുവിനെ ആരാധിച്ചു. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് തേടിയാൽ അപ്പനെ ആരാധിച്ചു. മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് തേടിയാൽ ഷേഖിനെ ആരാധിച്ചു. ഇവിടെ വലിയൊരു ചിന്താക്കുഴപ്പം സമൂഹത്തിൽ ഞാൻ കണ്ടുപിടിച്ചിരിക്കുന്നു. എന്താണ്? ചെറുപ്പത്തിൽ പള്ളി ദർസിൽ കിതാബ് കൊണ്ടിരുന്നപ്പോൾ ഉസ്താദിനോട് ചോദിച്ചു, ഉസ്താദെ, മുഹീദ്ദീൻ ഷേഖെ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നത് നമ്മൾ സമ്മതിക്കുകയും അതിൽ സംശയം ചോദിക്കുന്നവരോട് നമ്മൾ ദേഷ്യപ്പെടുകയും എതിർക്കുകയും ചെയ്യുന്നുണ്ടല്ലോ. ഗുരുവായൂരപ്പ രക്ഷിക്കണേ എന്ന് വിളിച്ചു തേടുന്നതിനെ നമ്മൾ സമ്മതിക്കുന്നുമില്ലല്ലോ, എന്താ വ്യത്യാസം എന്ന് ചോദിച്ചു. അപ്പൊ എന്നെ കുറച്ച് ചീത്ത പറഞ്ഞു. കുറെ പറഞ്ഞിട്ട് മതിയാക്കിയപ്പം ഞാൻ പറഞ്ഞു, ഉസ്താദെ എനിക്കൊന്നും മനസ്സിലായില്ല, ഞാൻ ചോദിച്ചത് ഉസ്താദിന് ഇഷ്ടമായില്ല എന്ന് മനസ്സിലായി, ദയവുണ്ടായി എന്റെ സംശയം തീരത്തക്ക എന്തെങ്കിലും പറഞ്ഞു തരണേ എന്ന് പറഞ്ഞു. അപ്പോ പറഞ്ഞു, എടാ, മുഹീദ്ദീൻ ഷേഖ് അള്ളാഹുവിന് പ്രിയപ്പെട്ടവനാണെന്നും ഗുരുവായൂരപ്പൻ അള്ളാഹുവിന് വെറുക്കപ്പെട്ടവനാണെന്നും നിനക്ക് അറിഞ്ഞൂടെയോ എന്ന് ചോദിച്ചു. അതാണ് കാര്യമല്ലേ? യഥാർത്ഥത്തിൽ എനിക്കത് അറിഞ്ഞൂടട്ടോ. ഞാൻ പെങ്ങളോട് പറയാം, അയാളോട് പറഞ്ഞിട്ടില്ല, പറഞ്ഞാൽ അവിടുത്തെ എനിക്ക് അടികൊള്ളൂ. എനിക്കത് അറിഞ്ഞൂടാ. അതാണോ കാര്യം? പിന്നെന്താ? എന്നാൽ പിന്നെ ഈസാ നബിയെ വിളിച്ചു തേടുന്നത് എതിർക്കുന്നത് എന്തിനാണെന്ന് ചോദിച്ചു. അപ്പൊ പറഞ്ഞടാ, കുരുത്തം കെട്ടവന്, നീ ഇപ്പോൾ തന്നെ തല തിരിഞ്ഞു പോയോ? തലയൊന്നും തിരിഞ്ഞിട്ടില്ല, കാര്യം തിരിയാൻ തുടങ്ങിയിരിക്കുന്നു എന്ന് പറഞ്ഞു. എന്താ? അപ്പൊ ഇവരുടെ അടുക്കൽ അള്ളാഹുവിന് പ്രിയപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നതിന് ആക്ഷേപമില്ല, അള്ളാഹുവിന് വെറുക്കപ്പെട്ടവരോട് പ്രാർത്ഥിക്കുന്നതിന് ആക്ഷേപമുള്ളൂ എന്നാണ്. പക്ഷെ കുറച്ചും കൂടി നമ്മൾ ബന്ധപ്പെട്ട് നോക്കുമ്പോൾ ഇസ്മിന്റെ പണിയിച്ചിട്ടൊന്നുണ്ടല്ലോ ഇവർക്ക്, പൽസമാത്ത്. അതിൽ ജിന്നിനോടും ഷെയ്ത്താനോടും ഒക്കെ അവർ പ്രാർത്ഥിക്കുന്നുണ്ട് കേട്ടോ.
ഇവരെഴുതി കൊടുക്കുന്ന ചില ഐക്കല്ലുകൾ നമ്മൾ നോക്കിയതിൽ അതിലൊക്കെ കണ്ടിട്ടുണ്ട്. എന്ന് തന്റെ എല്ലാ മന്ത്രവാദികളുടെയും വീട്ടിൽ പിശാചിനെ ആരാധിക്കുന്ന ഒരു മണ്ഡപം ഉണ്ട്. അത്ര വരെ മോശമാണ് കാര്യം. അപ്പോൾ പ്രാർത്ഥനയുടെ മഹത്വം, അതിന്റെ ഗൗരവം മനസ്സിലാക്കാത്തതാണ് നമുക്ക് പറ്റിയ സർവ പിഴവിന്റെയും അടിസ്ഥാനം എന്ന് മനസ്സിലാകുന്നു. പ്രാർത്ഥനയാണ് ആരാധന. അപ്പൊ പിന്നെ നിസ്കാരം തോമ്പും സക്കാത്തും ഹജ്ജും ഇതൊന്നും ആരാധനയല്ലയോ എന്നൊരു ചോദ്യം. അതെ, ഒക്കെ ആരാധനകളാണ്. പക്ഷേ അതിന്റെ ഉള്ളിൽ പ്രാർത്ഥന ഉണ്ടാകണം, എങ്കിലേ ആരാധന ആവുകയുള്ളൂ, അല്ലെങ്കിൽ ആവൂല. അതാ മറുപടി. നമസ്കാരം ഇബാദത്തുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ടതാണെന്ന് ചെറുപ്പത്തിൽ നാം പഠിച്ചിട്ടുള്ളതാണല്ലോ. എന്നാൽ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക എന്ന ജീവൻ അതിന്റെ ഉള്ളിൽ വേണം, എങ്കിൽ മാത്രമേ നമസ്കാരം ഇബാദത്താകുകയുള്ളൂ. അതില്ലാതെ വന്നാൽ ഇബാദത്തല്ല. ആർക്കും ഇതിൽ എതിർപ്പുണ്ടാവില്ല. എന്താണ്, ആളുകളുടെ നമസ്കരിക്കുന്നവരുടെ കൂട്ടത്തിൽ ചെന്നുപെട്ട ഒരു താരിഖുസ്സലാത്ത്, നമസ്കാരം ഉപേക്ഷിക്കുന്ന ഒരു മനുഷ്യൻ ഈ കൂട്ടത്തിൽ ചെന്നുപെട്ടപ്പോൾ എല്ലാവരും നമസ്കരിക്കുമ്പോൾ ഞാനെങ്ങനെ ഇപ്പൊ വെറുതെ കുത്തിയിരിക്കുക, അപ്പൊ ഇവരൊക്കെ എന്താണ് എന്നെ മനസ്സിലാക്കുക, എന്നെ കൊണ്ട് എന്തൊക്കെ പറയാ എന്ന് ആലോചിച്ചിട്ട് വെറുതെ കൂട്ടത്തിൽ നമസ്കരിച്ചു എങ്കിൽ ആ ആളെ കാണിക്കാൻ വേണ്ടി ചെയ്യുന്ന നമസ്കാരം ഇബാദത്തല്ല. എന്താ കാരണം? അവിടെ പ്രാർത്ഥന ഇല്ല. പിന്നെ ഒരു കാര്യം നമസ്കാരം ഉണ്ട് എന്റെ നാട്ടിൽ വെളിയങ്കോട്ടും പരിസരങ്ങളിലും ഒക്കെ ഇന്നും ചിലയിടത്തൊക്കെ ഉള്ളതായി അറിയുന്നു. വിവരക്കേടിന്റെ കാലത്ത് ചെയ്തിട്ടുള്ളവനാണ് ഞാൻ. അള്ളാഹു പുറത്തു തരട്ടെ. എന്താണെന്നറിയോ, ഖുത്ബിയ്യത്ത് എന്ന് പേരായ ഒരു റാത്തീബുണ്ട്. 1000 പ്രാവശ്യം മുഹദ്ദിസ് ശൈഖിനെ വിളിച്ച് പ്രാർത്ഥിക്കലാണ് ആ റാത്തീബിലെ പ്രധാന ഭാഗം. ആ റാത്തീബ് തുടങ്ങുന്നതിന്റെ മുമ്പ് 12 റക്അത്ത് നമസ്കരിക്കണമെന്ന് പറയുന്നു. ആ നമസ്കാരത്തിലെ പ്രാർത്ഥന എന്താണെന്നറിയോ? ബഹുമാനപ്പെട്ട ശൈഖ് തങ്ങൾ അവർകളെ, ഞങ്ങളിതാ ഈ ഖുത്ബിയ്യത്ത് തുടങ്ങാൻ പോകുന്നു, ഞങ്ങളിൽ നിന്ന് ഇത് കബൂലാക്കണമേ, ഇത് നേർച്ചയാക്കിയ ഈ വീട്ടുകാരന്റെ മുറാദ് ഹാസിലാക്കി കൊടുക്കണേ, ഞങ്ങളുടെയും മുറാദ് ഹാസിലാക്കി തരണേ, ഞങ്ങൾക്ക് നല്ല സംഖ്യ കൈമടക്ക് തരാൻ അയാളുടെ മനസ്സിൽ തോന്നിപ്പിക്കണേ. ഇതാ പോയി കാര്യം. അതുകൊണ്ട് ആ നമസ്കാരം സാധാരണ ഫാത്തിഹ ഓതി പിന്നെ സൂറത്തുൽ കാഫിറൂൻ ഓതി, 2ാം റക്അത്തിൽ ഫാത്തിഹയ്ക്ക് ശേഷം സൂറത്തുൽ ഇഖ്ലാസ് ഓതി വളരെ വളരെ ഖുശൂഅോടുകൂടി അടങ്ങി ഒതുങ്ങി കേട്ടോ, സാധാരണ നമസ്കാരത്തിൽ ഉണ്ടാകേണ്ടുന്നതായ ഖുശൂഅ് വളരെ ഭംഗിയായിട്ട് ആണ് ചെയ്യുന്നത്. പക്ഷേ മർമ്മം ഇതാണ്, ഇത് മുഹദ്ദിസുമായിട്ടുള്ള അടുപ്പവും പൊരുത്തവും ആഗ്രഹിക്കലാണ് അവിടെ. തകർന്നു. അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, പ്രാർത്ഥന ആരാധനയുടെ മധ്യയാകുന്നു. ഈ 2ാമത്തെ ഹദീസ് കൂടി പഠിച്ചാൽ മതി, കാര്യം ഭംഗിയായി. അപ്പോൾ പ്രാർത്ഥന ആരാധനയാണ്, പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കാര്യവും ആരാധനയാണ്. പ്രാർത്ഥന ഉൾക്കൊള്ളാത്ത വിധത്തിൽ ഒരു കാര്യവും ആരാധനയാവൂല. നേരം വെളുത്തിട്ട് ഉറൂവാകുന്നത് വരെ ഒരു ഉച്ച വെള്ളം കുടിക്കാതെ യാതൊരു സാധനവും തിന്നാതെ ഒരാള് പൂർണ്ണമായ പട്ടിണി കഴിച്ചുകൂട്ടി, അതിന് നോമ്പും തോറിയോ? എന്താ അവിടെ പ്രാർത്ഥനയില്ല, കിട്ടാതിരുന്നത് കൊണ്ട് കഴിച്ചില്ല എന്ന് മാത്രമേ ഉള്ളൂ. അപ്പോൾ പ്രാർത്ഥന കാര്യത്തിന്റെ കഴമ്പ് അതാണ്. നമ്മൾ പള്ളിയിലേക്ക് പോകുന്നു, എന്തിന്? ജമാഅത്തിൽ പങ്കെടുക്കാൻ. അതെന്തിന്? അള്ളാഹുവിന്റെ പൊരുത്തവും പരലോകമോക്ഷവും ലഭിക്കാൻ. അപ്പൊ പ്രാർത്ഥനയായല്ലോ. ആ നിലയിൽ പള്ളിയിലേക്ക് പോയാൽ എന്താണ് അത്? ആ പോക്ക് ഇബാദത്ത്, നടത്തം ഇബാദത്താണ്. കാലടികളുടെ എണ്ണം നോക്കിയിട്ട് പ്രതിഫലം കൊടുക്കുമെന്ന് അള്ളാഹുവിന്റെ പ്രവാചകൻ നമ്മെ അറിയിച്ചിട്ടുണ്ട്. എന്തുകൊണ്ടാണ് വന്നത്? ഇതിൽ പ്രാർത്ഥന ഉള്ളതാണ്. ഈ നടത്തത്തിൽ പ്രാർത്ഥനയുണ്ട്. വീട്ടിൽ നിന്നും കടയിൽ നിന്നും ഓഫീസിൽ നിന്നും മൈതാനത്തിൽ നിന്നും ഒക്കെ ആളുകൾ പള്ളിയിലേക്ക് പോകുന്ന ആ പോക്ക് മേൽ പറഞ്ഞ പ്രാർത്ഥനയോടുകൂടി ആകുമ്പോൾ അത് ഇബാദത്താണ്. അതൊന്നും ഇല്ലാത്ത നിലയിൽ എല്ലാവരും പോലും ആ കൂട്ടത്തിലും വെറുതെ ആണ് പോകുന്നു എന്ന് വരികയാണെങ്കിൽ അത് അവിടെ പോക്ക് തന്നെ. ഇനി ഒന്നുകൂടി കേട്ടോളി. അമ്പലത്തിലേക്കും ജാറത്തിലേക്കും ദർഗകളിലേക്കും കനീസയിലേക്കുമൊക്കെ പോകുന്നുണ്ടല്ലോ മനുഷ്യർ, അവിടെയുണ്ട് പ്രാർത്ഥന. ജാറത്തിലേക്ക് പോകുമ്പോൾ ആ ജാറത്തിൽ മറപ്പെട്ട് കിടക്കുന്ന നേർച്ചക്കാരുടെ, ആ ഷെയ്ഖിന്റെ, ആ ഔലിയായുടെ
പൊരുത്തവും അടുപ്പവും ആഗ്രഹിച്ചിട്ട് ആ പ്രാർത്ഥനയോടുകൂടിയാണ് പോകുന്നത്. അതുകൊണ്ട് ആ നടത്തം തന്നെ ശിർക്കിന്റെ ഭാഗത്താണ്. അവിടെ പോയി ചെയ്യുന്ന കാര്യങ്ങളെപ്പറ്റി പിന്നെ പറയേണ്ടതില്ലല്ലോ. പക്ഷേ ഈ പ്രാർത്ഥനയോടുകൂടിയുള്ള പോക്കാണ് തെറ്റ്. ഇസ്ലാമിൽ കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച്, അള്ളാഹുവിന്റെ റസൂൽ കർശനമായി കൽപ്പിച്ചിട്ടുള്ളതനുസരിച്ച്, അള്ളാഹുവിന്റെ റസൂലിനും അധികാരം കൈവന്നപ്പോൾ ആദ്യമായി ചെയ്തിട്ടുള്ള ആ ചര്യ അനുസരിച്ച് ജാറം തരിപ്പണമാക്കാനാണ് ഉദ്ദേശിച്ചു പോകുന്നതെങ്കിലോ അപ്പൊ ശിർക്കില്ല, നേരെ മറിച്ചാണ്. ജാറം പൊളിക്കാനാ പോകുന്നത്. എന്നാൽ വലിയ മഹത്തായ ഭാഗത്താണത്. അവിടെ പ്രാർത്ഥന വന്നു. നേർച്ച വിടാൻ വേണ്ടി പോയാലോ നേരെ മറിച്ചു. ഇങ്ങനെ നല്ലവണ്ണം വിഷയം നിങ്ങൾ മനസ്സിലാക്കണമെന്ന് ഞാൻ ആഗ്രഹിക്കുകയാണ്. ഇനിയും ചില ഉദാഹരണങ്ങൾ. നമ്മൾ ആട്ടിനെയും കോഴിയെയും അറുക്കലുണ്ടല്ലോ പല വിധത്തിൽ. അതിൽ 2 ഉണ്ട്, അല്ല 3 ഉണ്ട്. എന്താണ്? ഹജ്ജിന്റെ ഇബാദത്തുകളിൽ ഒരു അറിവുണ്ടല്ലോ. ആ അറിവ് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുക എന്ന പ്രാർത്ഥനയോടുകൂടിയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് അത് ഇബാദത്താണ്, അള്ളാഹുവിന്റെ ഇബാദത്താണ്. പിന്നെ നമുക്ക് തിന്നാൻ വേണ്ടിയോ കച്ചവടത്തിന് വേണ്ടിയോ അറുക്കുന്നുണ്ടല്ലോ, അവിടെ മേൽപ്പറഞ്ഞ പ്രാർത്ഥന ഇല്ല. അത് അള്ളാഹു അനുവദിച്ചൊരു കാര്യമാണ്. അതുകൊണ്ട് അത് ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. അവിടെ പ്രാർത്ഥന വരുന്നില്ല. അതുകൊണ്ട് ആ അറിവ് ഒരു ഹലാലായ കാര്യമാണ്. പിന്നെ ബദരീങ്ങളുടെയും മുഹിദ്ദീൻ ഷേഖിന്റെയും ഒക്കെ പേരിൽ അർക്കുന്നുണ്ടല്ലോ, അവിടെ അവരോടുള്ള പ്രാർത്ഥന വരുന്നു. അതുകൊണ്ട് അത് ശിർക്കിന്റെ ഭാഗത്താണ്. ഈ 3 സന്ദർഭത്തിൽ ചെയ്യുന്ന പണി ഒന്നാ കേട്ടോ. ആദ്യത്തേത് അള്ളാഹുവിന്റെ ഇബാദത്ത്, രണ്ടാമത്തേത് വെറും ഹലാലായ ഒരു കാര്യം, മൂന്നാമത്തേത് ശിർക്കിന്റെ ഇബാദത്ത്. ഇതൊക്കെ ഇങ്ങനെ വേർതിരിയുന്നത് എന്തുകൊണ്ടാണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങൾ പരിഗണിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു എന്ന് അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ആ ഒരു തത്വം വളരെ പ്രധാനപ്പെട്ടതാണത് കേട്ടോ. എന്താണ് ഈ നേർച്ചയാടിനെ പറ്റിയുള്ള അടുക്കേറുന്ന അറിയോ നിങ്ങൾ? നേർച്ചയാടും ഇന്നിപ്പോ ഒരു ആരാധ്യ വസ്തുവായി മാറിയിരിക്കണം. മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ആളുകൾ കയറി നിറഞ്ഞ ഒരു ബസ്സിലേക്ക് ഒരു സൂത്രശാലി ഒരു നേർച്ചയാടിനെ പിടിച്ചു കയറ്റി. അപ്പോൾ ആ ബസ്സിലിരിക്കുന്ന യാത്രക്കാരെല്ലാവരും, വയസ്സന്മാരും ക്ഷീണിച്ച പെണ്ണുങ്ങളും രോഗികളും ഉൾപ്പെടെ എല്ലാവരും എണീച്ചു നിന്ന് യാത്ര ചെയ്തു. ഈ ആട്ടിനോടുള്ള ആദരവിന്റെ പേരിൽ കുറെ ദൂരം പോയി ആട്ടിനെ പിടിച്ചിറക്കിയപ്പോൾ പിന്നെ ഇരുന്ന് യാത്ര ചെയ്തു. നോക്ക സഹോദരന്മാരെ, നമ്മളെ സമുദായം പോയത് എന്താ നിവൃത്തി? യാ ഹയ്യു യാ ഖയ്യൂം. എന്റെ മഹല്ലിൽ തിരൂർക്കാട്ട് ഒരു നേർച്ചയാട് നടന്നിരുന്നു. അതിന്റെ കഴുത്തിൽ ഒരു സഞ്ചി കെട്ടിത്തൂക്കിയിരുന്നു. ആളുകൾ നേർച്ചപ്പണം ആ സഞ്ചിയിലിടും. അത് നിറയുന്നത് നോക്കി നിൽക്കുന്നുണ്ട് കുറച്ച് കിങ്കരന്മാർ. ആ ആട്ടിന്റെ കഴുത്തിൽ നിന്ന് ആ സഞ്ചി അതിന്റെ കയറ് പൊട്ടിച്ചിട്ട് ഒരു ചങ്ങാതി, ഒരു മുവഹിദായ മനുഷ്യൻ അടുപ്പിൽ കണ്ടിട്ടു. എന്നിട്ട് അവിടെയുള്ള കൗമ് മുസ്ലിമായി ജീവിക്കാൻ ഒരുക്കമില്ല, കാഫിറാണെന്നുള്ളത് സമ്മതിക്കുകയില്ല. അങ്ങനത്തെ കൂട്ടർ അവനെ കൊല്ലാൻ വളഞ്ഞുകൂടി. യാ ഹയ്യു യാ ഖയ്യൂം. എന്താ വിശേഷം? ഈ സമുദായം എവിടെ നിൽക്കുന്നു? ഇത്ര വലിയ ദുരവസ്ഥയിൽപ്പെട്ടിരിക്കുന്ന ഈ സംഗതി കണ്ടറിഞ്ഞിട്ട് മൗനം ദീക്ഷിച്ചിരിക്കാൻ നിവൃത്തിയുണ്ടോ ഈമാനുള്ളവർക്ക്? യാ ഹയ്യു യാ ഖയ്യൂം. എന്നിട്ട് ആ പാവം അവിടുന്ന് ഓടിപ്പോയി പെരിന്തൽമണ്ണ ലോഡ്ജിൽ റൂമെടുത്ത് ഒളിച്ചു താമസിച്ചു. ഞാൻ അന്ന് സ്ഥലത്തുണ്ടായിരുന്നില്ല. വിവരം പറഞ്ഞ് അവിടെ ചെന്ന് അവിടുത്തെ SI എന്റെ പരിചയക്കാരനായിരുന്നു. അയാൾ കുറച്ച് അറിവും വിശ്വാസവും ഉള്ളവനായിരുന്നു. അയാളുടെ അടുക്കൽ ചെന്ന് കാര്യങ്ങളൊക്കെ പറഞ്ഞ് അയാളെ കൂട്ടിക്കൊണ്ടുവന്ന് ഇവിടെ ആളുകളെ വിളിച്ചുകൂട്ടി നല്ല വർത്താനം പറഞ്ഞിട്ട് ആ തീ ഊതിക്കെടുത്തി. നമ്മളെ സമുദായം എവിടെ എത്തിയിരിക്കുന്നു? ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹു അഷ്ഹദു എന്ന് പറയുന്നത് നേരെ കളവാവൂലേ? ഇങ്ങനെയാണെങ്കിൽ അള്ളാഹു മാത്രമാണ് ആരാധനക്കർഹൻ, അതായത് പ്രാർത്ഥിക്കാൻ തരപ്പെട്ടവൻ എന്ന് ഞാൻ സാക്ഷ്യം വഹിക്കുന്നു എന്നാണല്ലോ ഇവിടെ പറയുന്നത്. അഷ്ഹദു. അത് വിപരീത അർത്ഥം പറയേണ്ടി വരും, ഞാൻ നിഷേധിക്കുന്നു എന്ന്. അഷ്ഹദു എന്ന വാക്കിന് വിപരീത അർത്ഥം.
യാ ഹയ്യു യാ ഖയ്യൂം. പൊന്തിച്ചക്കാരിമാരെ, ഞാൻ വളരെയധികം വ്യസനിക്കുന്നു, നിങ്ങളും വ്യസനിക്കുക. നമ്മളെ സമുദായം ഇങ്ങനെ ആയിപ്പോയല്ലോ പടച്ചതമ്പുരാനെ. എന്നാൽ ഇബാദത്ത്, ആരാധന, അദ്ദുആഉ വൽ ഇബാദ, പ്രാർത്ഥനയാണ് ആരാധന. അദ്ദുആഉ മുഖുൽ ഇബാദ, പ്രാർത്ഥന ആരാധനയുടെ മജ്ജയാണ്. ആ ഹദീസ് കുറച്ചുകൂടി ഒന്ന് മനസ്സിലാക്കാണ്ട്, അതിൽ നിങ്ങൾക്ക് വലിയ ആശ്വാസം കിട്ടും. എനിക്ക് ആശ്വാസം ലഭിച്ചു അത് മനസ്സിലായപ്പോൾ. നമ്മൾ ചെയ്യുന്ന, നിത്യേന ചെയ്തുകൊണ്ടിരിക്കുന്ന ചില കാര്യങ്ങൾ ഈ പ്രാർത്ഥന ഒഴിവായത് നിമിത്തം നമുക്ക് നഷ്ടപ്പെടുന്നുണ്ട്. പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന വിധത്തിൽ ചെയ്താൽ അതൊരു ഇബാദത്തായി പരിഗണിക്കുകയും മഹത്തായ പ്രതിഫലം ലഭിക്കുകയും ചെയ്യും. ഇപ്പോൾ ഇതാ എന്നെപ്പോലെ ചില ആളുകൾ താടി നീട്ടിയിരിക്കുന്നു. ഇതിൽ അള്ളാഹുവിന് പൊരുത്തം ആഗ്രഹിക്കലുണ്ടോ? അപ്പൊ പ്രാർത്ഥനയായി. പരലോകത്ത് മഹ്ശറിൽ ഹാജരാകുമ്പോൾ മരണസമയത്ത് ഏത് കോലത്തിലാണോ ആ കോലത്തിൽ അവിടെ ഹാജരാക്കും എന്ന് വന്നിട്ടുണ്ട് സ്വഹീഹായ ഹദീസിൽ. അപ്പൊ എനിക്ക് താടിയോടുകൂടി അവിടെ ഹാജരാകണം. അള്ളാഹുവിന് മുമ്പിൽ വിചാരണയ്ക്ക് ഹാജരാകുമ്പോൾ എനിക്ക് താടി വേണം. അള്ളാഹുവിന്റെ റസൂലുമായി അവിടെ കൂടിക്കാഴ്ച ഉണ്ടാകുമ്പോൾ എനിക്ക് താടി വേണം. ഈ തരത്തിലുള്ള പാരത്രിക വിശ്വാസത്തിന്റെ അടിസ്ഥാനത്തിലും പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലുമാണ് താടി നീട്ടിയതെങ്കിൽ അത് ഇബാദത്തിന്റെ താടിയാണ്. ആളെ കാണിക്കാൻ വേണ്ടിയാണെങ്കിലോ പോക്ക് തന്നെ. എന്തുകൊണ്ട് അവിടെ പ്രാർത്ഥന ഇല്ല? ഇപ്പൊ ഞാനിപ്പോ ഇങ്ങനെ എല്ലാം കൂടി ഇങ്ങനെ വലിയ നീണ്ട താടിയൊക്കെ ആയിട്ട് നടക്കുമ്പോ ഉള്ള ഒരു പരിഗണന നിങ്ങളുടെ ഇടയിൽ എനിക്കുള്ളത്, താടി പഠിച്ചാൽ അത് നഷ്ടപ്പെടുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് ഞാൻ അത് നിലനിർത്തുന്നതെങ്കിൽ പോക്ക് തന്നെ. ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത്, കർമ്മങ്ങൾ പരിഗണിക്കുന്നത് നിയ്യത്തിന്റെ അടിസ്ഥാനത്തിലാകുന്നു. എന്റെ നാട്ടില് കുട്ടികൾക്ക് ആസ്തമ ഉണ്ടായാൽ കാഞ്ചനമറ്റത്തെ ഫരീദ് ഔലിയാക്ക് തലമുടി നേർച്ചയാക്കുന്ന ഒരു ആചാരം ഉണ്ടായിരുന്നു. 6 മാസം 1 കൊല്ലം തലമുടി കാഞ്ചനമറ്റത്തെ ഔലിയാക്ക്, ഫരീദ് ഔലിയ. നിങ്ങൾ കേട്ടിട്ടുണ്ടാവും. അങ്ങനെ പൊന്നെ ഈ കൊച്ചിയിൽ നിന്ന് അപ്പുറം ആലപ്പുഴന്റെ ഇടയിലായിട്ട് കുറച്ച് കിഴക്ക് ഭാഗത്തേക്ക് മാറിയിട്ടാണ് കാഞ്ഞിരമറ്റം. എനിക്ക് ചെറുപ്പത്തിൽ ആസ്തമയുണ്ടായിട്ട് എന്റെ മാതാപിതാക്കൾ അങ്ങനെ ചെയ്തു എന്ന് പറഞ്ഞു കേട്ടു. എനിക്കന്ന് നല്ല വകതിരിവും ബോധമൊന്നും ആയിട്ടില്ല. ആ നിലയിൽ താടി നിർത്തി, അല്ല തലമുടി നിർത്തിയിട്ട് അവധിയെത്തുമ്പോൾ ചില ആചാരങ്ങളോടുകൂടെ തലമുടി പഠിപ്പിക്കുന്ന സമ്പ്രദായം ഉണ്ടായിരുന്നു. അപ്പോൾ ആ നിലയിൽ മുടി നിർത്തൽ ആർക്കാപ്പ ഇബാദത്ത്? കണക്ക് തന്നെ. അങ്ങനെ ഒരു വക. ഹജ്ജിൽ നിന്നും ഉംറയിൽ നിന്നും ഒഴിവാകുമ്പോൾ നമസ്കാരത്തിൽ നിന്ന് സലാം പറഞ്ഞ് ഒഴിവാകുന്നത് പോലെ ഒരു തലമുടി പഠിപ്പിക്കുന്ന ഒരു കർമ്മമുണ്ട്. ആ തലമുടി പഠിപ്പിക്കുന്നതിൽ സാധാരണ മുടി പഠിപ്പിക്കും പോലെ അല്ല, അതിൽ അവിടെ ഒരു പ്രാർത്ഥന ഉണ്ട്. ഈ ഹജ്ജ് അല്ലെങ്കിൽ ഈ ഉംറ അള്ളാഹു കബൂലാക്കണേ എന്നുള്ള ഒരു പ്രാർത്ഥന അതിൻ്റെ ഉള്ളിൽ വരുന്നുണ്ട്. അതുകൊണ്ട് അത് ഇബാദത്ത് അള്ളാഹുവിന്. പിന്നെ സാധാരണ നിലയ്ക്കതാ നമ്മളെ ചങ്ങായിമാര് മുടി നീട്ടിയിരിക്കുന്നു. അതെന്താണ്? സൗകര്യം അങ്ങനെയാണ് ഇത്ര, അഥവാ സൗന്ദര്യമാണ് ഇത്ര, അത്രേ ഉദ്ദേശിച്ചിട്ടുള്ള ആ നിലയിലുള്ള മുടി നിർത്തൽ ഹലാലായ ഒരു മുടി നിർത്തലാണ്. ഇത് വേർതിരിഞ്ഞ് നല്ലവണ്ണം മനസ്സിലാക്കുമ്പോൾ. പിന്നെ നമ്മൾ കുളിക്കലുണ്ടല്ലോ, കുളിയിലുണ്ട് ഇങ്ങനെ 3 വിധം. എന്താണ്? റാഹത്തിന് വേണ്ടി, ചൂട് ഒഴിവാകാൻ വേണ്ടി, ചേറും ചളിയൊക്കെ കഴുകി കളയാൻ വേണ്ടിയുള്ള കുളി. അത് ഹലാലായ ഒരു കുളിയാണ്, ഒരു തർക്കവുമില്ല, വേണമെങ്കിൽ ചെയ്തോളി. എന്നാൽ ജനാബത്ത് കുളിക്കലോ, അത് ഈ അശുദ്ധി ഒഴിവാകണം, എന്നിട്ട് വേണം എനിക്ക് നമസ്കരിക്കാൻ, നമസ്കാരം സമയം തെറ്റാൻ പാടുള്ളതുമല്ല എന്നുള്ളത് കൊണ്ടാണ് കുളിക്കുന്നതെങ്കിൽ പ്രാർത്ഥന വന്നു. അതുകൊണ്ട് അത് ഇബാദത്താണ്. പിന്നെ അമ്പലക്കൊല്ലങ്ങളിലും യമുന, ഗംഗ നദികളിലുമൊക്കെ കുളിക്കുന്നുണ്ട് അത്രേ. ആ അവരുടെ ദേവന്മാരോടുള്ള അടുപ്പത്തിന് വേണ്ടി. അത് നിയ്യത്ത് അങ്ങനെ മാറിയതുകൊണ്ട് അത് ശിർക്കിന്റെ ഇബാദത്തുമാണ്. വേർതിരിച്ച് മനസ്സിലായിക്കോളും. അങ്ങനെ
നമ്മളുടെ കാര്യങ്ങളിലൊക്കെയും അത് വരും. യാദർശികമായിട്ട് പെണ്ണിനെ കണ്ടു, വളരെ സൗന്ദര്യത്തിലുള്ള, ആഭരണം കൊണ്ടും വസ്ത്രം കൊണ്ടും ഒക്കെ വളരെ ഭംഗിയായി ചമഞ്ഞ ഒരു പെണ്ണിനെ കണ്ടു. ആ മനഃപൂർവമല്ലാത്ത കാഴ്ചക്ക് കുറ്റമില്ല. പിന്നെന്തല്ലോ ഒന്ന് കരുതിക്കൂട്ടി നോക്കുന്നു, അവളുടെ സൗന്ദര്യം എത്രത്തോളമുണ്ട്, നിറം എങ്ങനെയുണ്ട്, മറ്റതാണ് മറിച്ചതാണ്. എന്നിട്ട് എന്താ കാര്യം? ഒന്നും നടക്കൂല, വെറുതെ കുറ്റം പേറുക എന്ന് മാത്രം. എന്തൊരു കഷ്ടമാണ്. ഈ പിശാചി നമ്മളെ കൊണ്ട് നമ്മളറിയാതെ കുറ്റം ചെയ്യിപ്പിക്കുകയാണ്. ഇവനെ നോക്കിയിട്ട് അവളെ സൗന്ദര്യം ആഴത്തോളം മനസ്സിലാക്കി എന്ത് കാര്യം? ബന്ധപ്പെടാൻ കഴിയൂലല്ലോ. പിന്നെ എന്തിനു ചങ്ങായി ഈ കുറ്റം പേറാൻ നിൽക്കണ്? ഏതെങ്കിലും ആട്ടെ അങ്ങനെയുള്ള ഒരു പൈശാചിക തോന്നൽ വന്നു. അള്ളാഹു വിരോധിച്ചതാണല്ലോ ആ നോട്ടം, അതുകൊണ്ട് ഞാൻ നോക്കണില്ല എന്ന് വെച്ചാൽ ആ നോക്കാതിരിക്കൽ ഇബാദത്താണ്. അവിടെ പ്രാർത്ഥന വന്നു, അതാ ഇതിന്റെ കാര്യം. കാണരുത് എന്ന് പറഞ്ഞിട്ടില്ല, നോക്കരുത് എന്നാണ് പറഞ്ഞത്. അത് മനസ്സിലായിക്കോളി കേട്ടോ. പെണ്ണുമാണ്, അന്യ പെണ്ണും തമ്മിൽ കാണുക എന്നുള്ളത് വിരോധിച്ചിട്ടില്ല, നോക്കലാണ് വിരോധിച്ചത്. നോക്കുക എന്ന് പറയുമ്പോഴും കാണുക എന്ന് പറയുമ്പോഴുമുള്ള വ്യത്യാസം എല്ലാവർക്കും അറിയാലോ. അത്ര നമ്മളിപ്പോ അങ്ങനെ ഒരു വിട്ടുവീഴ്ച ഇല്ലായിരുന്നെങ്കിൽ ഈ ഹജ്ജിലൊക്കെ നമ്മൾ എന്താ കാട്ടുക? ധാരാളം പെണ്ണുങ്ങളും ആണുങ്ങളും ഇടകലർന്നിട്ട് തവാഫ് ചെയ്യുന്നു, സഈ ചെയ്യുന്നു. നമ്മൾ നിസ്കരിക്കുന്നതിന്റെ മുമ്പിൽ കൂടി പെണ്ണുങ്ങൾ പോകുന്നു. പോയിക്കോട്ടെ, എന്താപ്പോ നമുക്ക് തടയാൻ കഴിയൂല, കണ്ണാറടച്ചിട്ട് അങ്ങനെ പോകുകയാണെങ്കിൽ പോയിക്കോട്ടെ. പക്ഷെ നോക്കണ്ട, അതാ വിഷയം. നോക്കാനുള്ള പൈശാചികമായ തോന്നൽ വന്നാൽ അരുത്, പാടില്ല, അള്ളാഹു വിരോധിച്ചതാണതെന്ന് വിചാരിച്ചിട്ട് കണ്ണ് അടച്ചാൽ അത് ഇബാദത്താ. നല്ല മനസ്സിലായിക്കോളെ. ഇത്ര എളുപ്പാന്നറിയോ ഇബാദത്ത് ചെയ്യാൻ? ഏത് കാര്യം അങ്ങനെ തന്നെയാണ്. അള്ളാഹു അനുവദിച്ചത്, അള്ളാഹു കൽപ്പിച്ചത്, നിർബന്ധമല്ലാത്ത വിധത്തിൽ കൽപ്പിച്ചതും നിർബന്ധമായി കൽപ്പിച്ചതും എന്തായാലും ശരി, അതിന്റെ ഉള്ളിൽ പ്രാർത്ഥന വേണം, എന്നാൽ ഇബാദത്തായി. അത് വാജിബായ കാര്യങ്ങൾ ചെയ്യുന്നത് ഇബാദത്ത്, ഹറാമായ കാര്യങ്ങൾ ഉപേക്ഷിക്കുന്നതും ഇബാദത്ത് കേട്ടോ. ഇത് വേണം പ്രാർത്ഥന. മദ്യപാനം വളരെയധികം പ്രചരിച്ചിരിക്കുന്നു. ഇന്ന് ഒരു സ്നേഹിതൻ എന്നോട് വലിയൊരു സങ്കടം പറഞ്ഞു. അയാളുടെ മകനെ ഒരു ഉന്നത ഉദ്യോഗത്തിൽ പ്രവേശിച്ചു. നോക്കുമ്പോ കൂട്ടുകാരൊക്കെ മഹാകുടിയന്മാരാണ്. ഇവൻ അതിന്റെ ഇടയിൽ ഒറ്റക്ക് ഇങ്ങനെ കഴിയേണ്ടി വരുന്നു. അങ്ങനെയാണല്ലോ ഇന്നത്തെ അവസ്ഥ. അപ്പോൾ ഈ മദ്യം ഉപേക്ഷിക്കുക എന്തിനു വേണ്ടി? അള്ളാഹു വിരോധിച്ചു എന്നുള്ളത് കൊണ്ട്, അള്ളാഹുവിന്റെ ശിക്ഷയും കോപവും ഭയപ്പെടുന്നത് കൊണ്ട് ഉപേക്ഷിച്ചു. ആ ഉപേക്ഷിക്കൽ ഇബാദത്താണ്. എന്താ അവിടെ പ്രാർത്ഥന ഉണ്ട്. വ്യഭിചാരം ഉപേക്ഷിക്കൽ ഇബാദത്താണ്. വ്യഭിചരിക്കാൻ സൗകര്യം ഉണ്ടാകുക, ആഗ്രഹമുണ്ടാകുക, എന്നിട്ട് ചെയ്യാതിരിക്കുക, അത് ഇബാദത്താണ്. വലിയ തഖ്വയാണത്. നിങ്ങൾ കേട്ടിട്ടുണ്ടാകും, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പൂർവ്വകാലത്ത് നബിയുടെ മുമ്പ് നടന്ന ഒരു സംഭവം, ഒരു കഥ വിവരിച്ചത്. 3 ആളുകൾ ഒരു യാത്ര പോയി. സന്ധ്യയായപ്പോൾ അന്തി ഉറങ്ങാൻ സ്ഥലം കാണാതെ വിഷമിച്ചു. തുറന്ന മരുഭൂമിയാണ്. ഇതുപോലെ ടൗണുകളോ അവിടെ ലോഡ്ജുകളോ ഒന്നുമില്ല. അങ്ങനത്തെ ഒരു പ്രദേശത്ത് പെട്ടു. സന്ധ്യയായപ്പോൾ ക്ഷീണം ഓർക്കു വരുന്നു, സ്ഥലം കാണുന്നില്ല. അങ്ങനെ ഒരു മലയുടെ ചരിവിൽ ഒരു ഗുഹ കണ്ടു. നോക്കിയപ്പോൾ തരക്കടില്ല, അവിടെ വിശ്രമിക്കാമെന്ന് തോന്നി. അതിനുള്ളിൽ ഇവർ 3 പേരും കടന്നുകൂടി. അതിനുശേഷം മലയുടെ മുകളിൽ നിന്നും ഒരു പാറക്കല്ല് ഉരുണ്ടു വന്നിട്ട് ആ ഗുഹയുടെ മുഖം അടഞ്ഞുപോയി. ഒരു നിവൃത്തിയില്ല. ഇവർ 3 ആളല്ലേ ഉള്ളൂ. 300 ആൾ കൂടി ഉന്തിയാലും കല്ല് നീങ്ങൂല. അങ്ങനത്തെ ഭയങ്കര കല്ല്. അപ്പൊ അവർ എന്താ ഇപ്പൊ നിവൃത്തി? അപ്പോ അവരിൽ ഒരാൾ പറഞ്ഞു, നമ്മൾ ഈ കാലത്തിനടുത്ത് അള്ളാഹുവിന്റെ പൊരുത്തം ആഗ്രഹിക്കുക എന്ന പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിൽ ചെയ്തിട്ടുള്ള പുണ്യകർമ്മം എടുത്തു പറഞ്ഞ് അള്ളാഹുവിനോട് പ്രാർത്ഥിക്കാം. അതായത് അവനവന്റെ അമല് കൊണ്ട് തവസ്സുൽ ചെയ്യാം. ആരാന്റെ ഹക്ക് കൊണ്ടുള്ള തവസ്സുലുണ്ടല്ലോ, അത് അന്ന് ആർക്കും അറിഞ്ഞൂടെ ഇരിക്കും. അഥവാ പാപ്പാണെന്ന് അറിഞ്ഞിട്ടുണ്ട്.
അങ്ങനെ ഓരോരുത്തരും ഓരോ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു ദുആയിരുന്നു. അതിലൊന്ന് എല്ലാം കൂടി പറയാൻ നേരമില്ലാന്ന് തോന്നുന്നു എനിക്ക്. അതിലൊന്ന് ഇതാണ്, അല്ലാഹുമ്മ ഒരാൾ ദുആയിരുന്നു, രണ്ടാളുടെ പ്രാർത്ഥന കഴിഞ്ഞു, കല്ല് കുറേ അങ്ങോട്ട് നീങ്ങി, പുറത്ത് പോകാൻ സൗകര്യമില്ല, കാറ്റ് കടക്കും, വെയിൽ കാണും, വെളിച്ചം കാണും, അത്രയേ ഉള്ളൂ. മൂന്നാമൻ പ്രാർത്ഥിക്കുകയാണ്, അല്ലാഹുമ്മ അല്ലാഹുവേ ഇന്നഹു കാനത്ത് ലീ ഇബ്നത്തു അമ്മില്ലി, എനിക്ക് എൻ്റെ ഒരു പിതൃവ്യ പുത്രി ഉണ്ടായിരുന്നു, വകുന്തു ഉഹിബ്ബുഹാ കഅശദ്ദി മാ യുഹിബ്ബുർ റിജാലു നിസാഅ, പുരുഷന്മാർ സ്ത്രീകളെ പ്രേമിക്കുന്നതിന്റെ മേലെ തലവരെ അങ്ങേ അറ്റത്തോളം ഞാൻ അവളെ പ്രേമിച്ചു. എനിക്ക് വലിയ ദുരാഗ്രഹമുണ്ടായി, എന്റെ ആഗ്രഹം നിറവേറ്റി തരാൻ അവളോട് ഞാൻ ആവശ്യപ്പെട്ടു, അവൾ സമ്മതിച്ചില്ല. അങ്ങനെ കുറെ കാലം കഴിഞ്ഞപ്പോൾ അവൾക്ക് പട്ടിണിയും പായ്യേരവുമായി എന്റെ അടുക്കൽ വന്ന് സഹായം തേടി. എന്ത് വേണം? 120 ദീനാറാണ് ആവശ്യം എന്ന് പറഞ്ഞു. ഓ അങ്ങനെ ആയിക്കോട്ടെ തരാം. തീർത്ത് കാലായുള്ള പറഞ്ഞോളെ, എന്നോട് ഞാനൊരു ആഗ്രഹം പറയുന്നു, നീ ഇതുവരെ സമ്മതിച്ചില്ലല്ലോ, ഇപ്പൊ ഒരുക്കണ്ടോ? പാവം, നിവൃത്തിയില്ലാതെ അങ്ങനെ ആകട്ടെ സമ്മതിച്ചു. അങ്ങനെ അവരിരുവരും ആ ദുർവൃത്തി ചെയ്യാൻ തയ്യാറായി. ആ പാവം പെണ്ണ് അതിന് വഴങ്ങാൻ തയ്യാറായി. തുറന്ന് പറയുന്നു, വസ്ത്രം നീക്കി അദ്ദേഹം പറയാണ് ഈ പ്രാർത്ഥനയില്. ആ അന്ത്യനിമിഷത്തിൽ ആ പെണ്ണ് പറഞ്ഞു, ഇത്തഖില്ലാഹ് വലാ തഫുൽ ഖാതമ ഇല്ലാ ബിഹഖിഹി, അല്ലാഹുവിനെ സൂക്ഷിക്കുക, അവകാശം കൂടാതെ മുദ്ര പൊട്ടിക്കല്ലേ എന്ന് പറഞ്ഞു. അതായത് ഈ മുദ്ര പൊട്ടിക്കുവാനുള്ള അവകാശം നിക്കാഹ് കൊണ്ടല്ലേ ഉണ്ടാകുക, അതില്ലാത്ത സ്ഥിതിക്ക് അള്ളാഹുവിനെ സൂക്ഷിച്ചോ എന്ന് പറഞ്ഞു. ഇത് കേട്ട് ഞാൻ അള്ളാഹുവിനെ ഓർമ്മിച്ച് പേടിച്ച് പിൻവാങ്ങി അവളെ വിട്ടയച്ചു. അല്ലാഹുമ്മ ഇൻ കുന്ത തഅലമു അന്നി ഫഅൽതു ദാലിക ഇബ്തിഗാഅ വജ്ഹിക ഫഫർജ് അന്നാ മാ നഹ്നു ഫീഹി മിൻ ഹാദിഹി സഖറ, അല്ലാഹുവേ മേൽപ്രകാരം ഞാൻ ചെയ്തത് നിന്റെ പ്രതിഫലം ആഗ്രഹിച്ചിട്ടാണെന്ന് നീ അംഗീകരിക്കുന്നുവെങ്കിൽ, നോക്കണം അയാൾ അദബ് കേട്ടോ, വളരെ മര്യാദയിലാണ്, വിനയത്തോടു കൂടിയാ പറയുന്നത്. അങ്ങനെ നീ അംഗീകരിക്കുന്നുവെങ്കിൽ ഈ പാറക്കല്ല് നിമിത്തം ഞങ്ങൾ അകപ്പെട്ട ഈ ബുദ്ധിമുട്ട് ഒഴിവാക്കി തരണമേ എന്ന് പ്രാർത്ഥിച്ചു. അള്ളാഹുവിന്റെ റസൂൽ പറയുന്നു, ഈ പ്രാർത്ഥനയോടുകൂടി ആ കല്ല് പൂർണ്ണമായി നീങ്ങി അവരെല്ലാം ഇറങ്ങിപ്പോവുകയും ചെയ്തു. അപ്പൊ എന്ത് മനസ്സിലാകുന്നു? എന്താ ഇപ്പൊ ഇയാൾ ചെയ്ത പുണ്യകർമ്മം തഖ്വ എന്താണ്? അത് ചെയ്തില്ല എന്നുള്ളതാണ്. ആ ചെയ്യാതിരിക്കൽ ഏറ്റവും വലിയ ഇബാദത്താണ്, മനസ്സിലായിക്കോളി. പക്ഷെ ഒന്നുമാണ് കേട്ടോ, സൗകര്യം ഉണ്ടാകുക, ആഗ്രഹം ഉണ്ടാകുക, എന്നിട്ട് പഠിച്ചവന്റെ പൊഴുത്തി ചെയ്യാതിരിക്കുക, എന്നാലാണ് ഇബാദത്തിന്റെ സ്ഥാനം. ആഗ്രഹിച്ചുകൊണ്ട് നടക്കുക, സൗകര്യം കിട്ടാത്തതുകൊണ്ട് ചെയ്തില്ല എങ്കിൽ പോക്ക് തന്നെ. അല്ല, വളരെ സാരമായ വിഷയമാണ്, നിങ്ങൾ പഠിക്കണം. പിന്നെയും ഒന്ന് കേട്ടോളി, അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞു, ഇന്ന് ലോകത്ത് കാണപ്പെടുന്ന സർവ നിഴലുകളും, അതായത് കെട്ടിടത്തിന്റെ നിഴൽ, കൂറ്റൻ പർവ്വതങ്ങളുടെ നിഴൽ, വൃക്ഷങ്ങളുടെ നിഴൽ, പിന്നെ ഇന്നിപ്പോഴത്തെ നമ്മളെ സ്ഥിതി നബിയുടെ കാലത്ത് അതില്ല. ഈ കൊട ഒരു തരം തണലിന്റെ എന്തോ ഉണ്ടായിരുന്നു എന്നല്ലാതെ ഈ ഇങ്ങനത്തെ കൊട ഓരോരുത്തർക്കും കൈപിടിച്ച് കൊടയുണ്ടല്ലോ, അതൊന്നില്ല. ഈ കൊടയുടെ തണൽ ഒന്നും ഇല്ലാതെ, സൂര്യനാണെങ്കിൽ ഇന്നത്തേക്കാൾ എത്രയോ കടുപ്പത്തിൽ ചൂട് വർദ്ധിപ്പിച്ച് ഒരു ചാൺ തലക്ക് മീതെ ഒരു ചാൺ ഉയരത്തിൽ നിർത്തപ്പെടുന്ന ഒരു കാലഘട്ടം വരാൻ പോകുന്നു. അന്ന് 7 കൂട്ടം ആളുകൾക്ക് അള്ളാഹു പ്രത്യേകം തണൽ നൽകും എന്ന് പറഞ്ഞിട്ട് അതിലൊന്ന്, ഉയർന്ന കുടുംബത്തിൽപ്പെട്ട സുന്ദരിയായ ഒരു യുവതി ആ ദുർവൃത്തിക്ക് ക്ഷണിച്ചപ്പോൾ ഞാൻ അള്ളാഹുവിനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് പിൻവാങ്ങിയ പുരുഷൻ. ഇതാണ് കേട്ടോ, നേരത്തെ പറഞ്ഞതിന്റെ നേരെ വിപരീതം. നേരത്തെ പെണ്ണ് ആണിനെ ആവശ്യപ്പെട്ടതാണ്, അല്ല ആണ് പെണ്ണിനോട് ആവശ്യപ്പെട്ടതാണ് നേരത്തെ പറഞ്ഞത്. ഇത് പെണ്ണ് ആണിനോട് ആവശ്യപ്പെട്ടതാണ്. അങ്ങനെ പടച്ചവനെ പേടിക്കുന്നു എന്ന് പറഞ്ഞ് പിൻവാങ്ങി. അവർക്ക് പ്രത്യേകം തണല് അള്ളാഹു നൽകും എന്ന് പറഞ്ഞു. മിസ്രിലെ രാജ്ഞി യൂസുഫ് നബിയോട്
പിടികൂടിയതുപോലെ എല്ലാവരും അറിയുമല്ലോ, അതുപോലെ. അപ്പൊ യൂസുഫ് നബി അള്ളാഹുവിനെ പേടിച്ച് പിൻവാങ്ങിയില്ലേ, അതുപോലെ. അപ്പോൾ എന്താ അവിടുത്തെ ഇബാദത്ത്? ചെയ്യാതിരിക്കൽ. അതാണ്, മനസ്സിലായിക്കോളി. ഇങ്ങനെ എന്തെല്ലാം ഹറാമായ കാര്യങ്ങളുണ്ടോ അതൊക്കെയും അള്ളാഹുവിനെ പേടിച്ചിട്ട് ഉപേക്ഷിക്കൽ ഏറ്റവും പ്രധാനപ്പെട്ട ഇബാദത്താകുന്നു, തഖ്വയാകുന്നു. ഈ വിഷയത്തിൽ കുറെ പറയാൻ എനിക്ക് ഇങ്ങനെ രസം തോന്നുകയാണ്, പക്ഷെ എനിക്ക് ചുമ വരുന്നു. അവസാനത്തെ ഒന്നുകൂടി പറഞ്ഞ് ആ വിഷയം മതിയാക്കാം. ഭാര്യ ഭർത്താക്കന്മാർ തമ്മിൽ ബന്ധപ്പെടുമ്പോൾ ഭർത്താവ് തന്റെ ദാഹം ആദ്യം തീർന്നിട്ട് മറുഭാഗത്തെ ദാഹവും തീരട്ടെ എന്ന് വിചാരിച്ച് കുറച്ചു നേരം കിടന്ന് പ്രവർത്തിക്കൽ ഇബാദത്താകുന്നു കേട്ടോ. ഇവന്റെ ആവശ്യം കഴിഞ്ഞപ്പോ പിന്നീട് ഒഴിഞ്ഞു പോരാ, ആ പാവ പിന്നെ ആവശ്യത്തിൽ ഇരിക്കുക, അത് പറ്റൂല. അങ്ങനെ അത്ര വരെ മനസ്സിലാക്കിക്കോളി. ഇതൊക്കെ എത്രത്തോളം എന്തുകൊണ്ടാണെന്ന് അറിയോ? ആ പറഞ്ഞ രണ്ട് ചെറിയ ഹദീസ്, അദ്ദുആഉ ഹുവൽ ഇബാദ, അദ്ദുആഉ മുഖുൽ ഇബാദ. ഫീ ബുദ്ഇ അഹദിക്കും സദഖത്തുൻ, അല്ലാഹുവിന്റെ റസൂൽ പറഞ്ഞു, നിങ്ങളുടെ സംയോഗത്തിൽ സദഖ ഉണ്ട് എന്ന് പറഞ്ഞു. അപ്പൊ ചോദിച്ചു, റസൂലെ, അള്ളാഹുവിന്റെ പ്രവാചകരെ, ഞങ്ങൾ ഞങ്ങളുടെ ഷഹ്വത്ത് തീർക്കാൻ പോയിട്ട് ഇനി അതിനൊരു പുണ്യമോ? ഓ, അങ്ങനെയെന്ന് പറയും. അള്ളാഹു ഹറാമാക്കിയത് ചെയ്താൽ കുറ്റമുണ്ടോ? ഉണ്ട്. എന്നാൽ അനുവദിച്ച് ചെയ്താൽ പുണ്യമുണ്ട് എന്ന് പറയും. ഇപ്പൊ എന്താ അവിടുത്തെ സംഗതി എന്നറിയോ? ഞാൻ നേരത്തെ പറഞ്ഞതാ, അവന്റെ ആഗ്രഹം നിറവേറുമ്പോൾ അവളുടെ ആഗ്രഹം പിന്നെയും ബാക്കിയാണെങ്കിൽ അത് പൂർത്തിയാകുന്നത് വരെ കിടന്ന് പ്രവർത്തിക്കണമെന്നാണ്. അത്ര വരെയാണ് കാര്യം, സഹോദരങ്ങളെ. അപ്പോൾ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ വിഷയം എന്തായി? അവനോടല്ലാതെ പ്രാർത്ഥിക്കാൻ പാടില്ല. വേറെ അള്ളാഹു അല്ലാത്ത ആരെ മലക്കായാലും ജിന്നായാലും വലിയായാലും ഷെയ്ഖായാലും ഉണ്ടല്ലോ, എന്തൊക്കെ പേരുകളുണ്ടോ ഒക്കെ നിങ്ങൾ എടുത്തോളി, അവിടെ ഒന്നും പ്രാർത്ഥിക്കാൻ പാടില്ല. അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കാര്യങ്ങളൊന്നും ചെയ്യാൻ പാടില്ല. അതേതാണ്? നേരത്തെ ഞാൻ ഉദാഹരണത്തിൽ പറഞ്ഞല്ലോ, ജാറത്തിലേക്ക് പോവുക, അത് അള്ളാഹു അല്ലാത്തവരോടുള്ള പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലുള്ള ഒരു കാര്യമാണ്, പാടില്ല. അപ്പൊ ജാറം കെട്ടാനും പാടില്ല. സാധാരണ പറയലും ജാറം കെട്ടൽ ഹറാമെന്നാ, പോരാ, ഹറാമ് തന്നെ. പക്ഷെ അങ്ങനെ പറഞ്ഞ് മതിയാക്കിയാൻ പറ്റൂല. മനുഷ്യൻ കാഫിറാകുന്ന ഹറാമാണത്. എന്താണ്? ആ ഔലിയായുടെ പൊരുത്തം കിട്ടാൻ വേണ്ടി ചെയ്യുന്നവര് ശിർക്കിന്റെ ഇബാദത്താണത്. അത് തന്നെ. അപ്പോൾ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുക, അള്ളാഹുവിനോടുള്ള പ്രാർത്ഥന ഉൾക്കൊള്ളുന്ന കാര്യങ്ങൾ ചെയ്യുക, വേറെ ആരോടും പ്രാർത്ഥിക്കാതിരിക്കുക, വേറുള്ളവരോടുള്ള പ്രാർത്ഥനയുടെ അടിസ്ഥാനത്തിലുള്ള കാര്യങ്ങൾ ചെയ്യാതിരിക്കുക. ഇത്ര കൊണ്ട് അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹു എന്നത് പൂർത്തിയായി. അത്ര എളുപ്പമുള്ള കാര്യമാണ്. ഈ വിശദീകരണത്തിന്റെ അടിസ്ഥാനത്തിൽ ഷഹാദത്ത് കലിമ ഉൾക്കൊള്ളൽ വളരെ നിഷ്പ്രയാസമാകുന്നു. ആ ഭാഗം അത്രയും കൊണ്ട് മതിയാക്കിയിട്ട് ഞാൻ മറ്റൊരു വിഷയത്തിലേക്ക് അല്പം ഒന്ന് നീങ്ങുകയാണ്. എനിക്ക് പ്രയാസമുണ്ടെങ്കിലും അത് പറയണമെന്ന് എന്റെ മനസ്സെന്നെ നിർബന്ധിക്കുന്നു. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം അനുസരണം, അടിമത്തം, ആരാധന, ഈ മൂന്ന് കാര്യങ്ങൾക്ക് അർഹൻ അല്ലാഹു അല്ലാതെ വേറെ ആരുമില്ല എന്നാണ് ഇത്രേ ഒരു പുതിയത്. ഇങ്ങിത് ഉറപ്പിച്ചു വെച്ചിട്ട് പിന്നെ പറയുന്നു, നമ്മുടെ നാട്ടിലെ ഈ പ്രജായത്തെ ഗവൺമെന്റിനോട് അനുസരണം കാണിച്ചാൽ കാഫിറായി, ഉദ്യോഗം വഹിച്ചാൽ കാഫിറായി, പാർലമെന്റിലേക്കും അസംബ്ലിയിലേക്കൊക്കെ സ്ഥാനാർത്ഥി ആയാൽ കാഫിറായി, വോട്ട് ചെയ്താൽ കാഫിറായി. ഇവിടെയൊക്കെ അള്ളാഹു അല്ലാത്തവരോടുള്ള അനുസരണത്തിന്റെ തത്വം വരുന്നുണ്ടല്ലോ. ഇതാ കാരണം. ഇയ്യാക നഅ്ബുദുവിന്റെ അവിടെ എഴുതിയിരിക്കുന്നത് ഇബാദത്തിന് അനുസരണം, അടിമത്തം, ആരാധന, ഇങ്ങനെ മൂന്നർത്ഥങ്ങളുണ്ട്. മൂന്നും പരിഗണിക്കേണ്ടതാകുന്നു. വലിയ അത്ഭുതമാണ് ഈ വാദം. ലോകത്തൊരു മനുഷ്യൻ ഇത് പറഞ്ഞിട്ടില്ല കേട്ടോ.
വളരെ ഉറപ്പിച്ച് ക്ലിയറാക്കി ഞാൻ പറയുന്നു, പദങ്ങൾക്ക് ഒന്നിലധികം അർത്ഥം ഉണ്ടാകുക എന്നുള്ളത് അറബി ഭാഷയിൽ സർവ്വസാധാരണമാണ്. നമ്മളെ ഭാഷയിലും ഉണ്ട്, വേറെയുള്ളതൊന്നും എനിക്കറിഞ്ഞൂടാ. വേറെ പല ഭാഷകളിലും അങ്ങനെ ഉണ്ടെന്ന് അറിയുന്നവർ പറഞ്ഞു, ഫ്രഞ്ച് ഭാഷ ഒഴികെ. ഫ്രഞ്ച് ഭാഷയിൽ ഒരു പദത്തിന് ഒരർത്ഥമില്ലാതെ രണ്ടാമത്തെ അർത്ഥമില്ലെന്നാണ് കേൾക്കുന്നത്. അതുകൊണ്ടാണ് ഇത്ര യൂനോവിന്റെ തീരുമാനങ്ങളൊക്കെ ഫ്രഞ്ച് ഭാഷയിൽ എഴുതുന്നത്, ദുർവ്യാഖ്യാനത്തിന് സാധ്യതയില്ലാതിരിക്കാൻ വേണ്ടി എന്ന് കേട്ടിട്ടുണ്ട്. എനിക്കതിനെപ്പറ്റി അറിഞ്ഞൂടാ. ഒന്നിലധികം അർത്ഥമുള്ള പദങ്ങൾ അതാത് സ്ഥലങ്ങളിൽ എന്താണ് യോജിക്കുന്നതെന്ന് നോക്കിയിട്ട് അത് വെക്കുകയല്ലാതെ എല്ലാം കൂടി വെക്കണമെന്ന് ലോകത്ത് ഇതുവരെ മനുഷ്യൻ പറഞ്ഞിട്ടില്ല. അങ്ങേയറ്റം ഞാൻ ഉറപ്പ് പറയുന്നു, ഒരു മനുഷ്യൻ അത് പറഞ്ഞിട്ടില്ല. ഇബാദത്തിന് 3 അർത്ഥമുണ്ടെങ്കിൽ ഇവിടെ ഏതാണ് യോജിക്കുന്നതെന്ന് നോക്കിയിട്ട് അത് വെക്കണം, വേറൊന്നും വെക്കാൻ പറ്റൂല. എന്നാ അത് ഏതാണ്? അനുസരണമല്ല, അടിമത്തമല്ല, ഉറപ്പാ. എന്തുകൊണ്ട്? വേറുള്ളവരെ ആരെയും അനുസരിക്കരുതെന്ന് അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്ത് തന്നെയല്ല, അനുസരിക്കണമെന്ന് വളരെ നിർബന്ധമായി പറഞ്ഞതുണ്ട്. എത്രത്തോളം എന്നറിയുമോ? അനുസരിച്ചാൽ മുസ്ലിം ആവുക, അനുസരിച്ചില്ലെങ്കിൽ കാഫറാവും, അങ്ങനത്തതുണ്ട്. ഏതാണത്? റസൂലിനോടുള്ള അനുസരണം. റസൂലിനോട് അനുസരണം കാണിച്ചിട്ടില്ലെങ്കിൽ ആള് കാഫറാവും, അനുസരിച്ചാലേ മുസ്ലിം ആവുള്ളൂ, അങ്ങനത്തതാണത്. പിന്നെ അനുസരിച്ചാൽ പുണ്യമുണ്ട്, അനുസരിച്ചില്ലെങ്കിൽ പാപവുമുണ്ട്, അങ്ങനത്തതുണ്ട്. അതേതാ? മാതാപിതാക്കളോടും മുസ്ലിം ഭരണാധികാരികളോടും ഒക്കെയുള്ള അനുസരണം, അതങ്ങനെയാണ്. പിന്നെ സാധാരണ നിലയ്ക്ക് പരസ്പരം ഞാൻ നിങ്ങൾ ഓരോരുത്തരെയും നിങ്ങൾ എന്നെയും അനുസരിക്കുക എന്നുള്ളത് വേണമെങ്കിൽ ചെയ്തോളി, വിരോധമില്ല. അള്ളാഹു വിരോധിച്ച വിഷയത്തിൽ പാടില്ലെന്നേ ഉള്ളൂ, അങ്ങനത്തെ അനുസരണം. ഇതാണ് അനുസരണത്തിന്റെ കാര്യം. ഇത് അള്ളാഹുവിനോട് മാത്രമേ അനുസരണം പാടുള്ളൂ എന്ന് പറയുന്നത് എവിടെയും പറയാത്ത വിഷയമാണ്. ഈ ദുർവ്യാഖ്യാനക്കാർ മാത്രമേ അത് പറഞ്ഞിട്ടുള്ളൂ. എന്നിട്ട് അതിൽ നിന്ന് ഉത്ഭവിക്കുന്ന പ്രശ്നങ്ങളോ, യാ സലാം. പരിശുദ്ധ ഖുർആനിൽ അള്ളാഹുവിന്റെ റസൂലിനെ അനുസരിക്കാൻ ശക്തിയായി കൽപ്പിച്ചതുണ്ട്. പിന്നെ മറ്റ് മാതാപിതാക്കളെയും മറ്റുമൊക്കെ അനുസരിക്കാൻ കൽപ്പിച്ചത് അതുമുണ്ട്. ഇതൊക്കെ നിങ്ങൾ കേട്ടല്ലോ, നിങ്ങൾ കണ്ടിട്ടും ഉണ്ടാവും ഖുർആൻ ഓതിയിട്ട്. അങ്ങനെ അനേകം ആയത്തുകളിൽ അത് പറഞ്ഞിരിക്കുക. ഇയ്യാക നഅ്ബുദു എന്ന് പറഞ്ഞു കൊടുത്ത് നിന്നെ മാത്രം അനുസരിക്കുന്നു, വേറെ ആരെയും അനുസരിക്കുന്നില്ല എന്ന അർത്ഥം വെച്ചിട്ട് പ്രശ്നം ഉണ്ടാക്കിയാൽ എന്ത് വരും? ഖുർആനിൽ പരസ്പര വൈരുദ്ധ്യമുണ്ടെന്ന് വരും. ഇവിടെ പറഞ്ഞു വേറെ ആരെയും അനുസരിക്കാൻ പാടില്ല എന്ന്, മറ്റനേകം സ്ഥലങ്ങളിൽ പറഞ്ഞു പലരെയും അനുസരിച്ചേ പറ്റൂ. അപ്പൊ പരസ്പര വൈരുദ്ധ്യമായല്ലോ. എന്തിനാണ് ഈ കൂട്ടക്കാർ ഖുർആനിൽ പരസ്പര വൈരുദ്ധ്യം ഇങ്ങനെ ബുദ്ധിമുട്ടി അടങ്ങേറായിട്ട് കെട്ടിച്ചുമത്തുന്നത്? ഇസ്ലാമിന്റെ മിത്രങ്ങൾക്ക് പറ്റിയതാണോ ഇത്? ഖുർആനിൽ ഇങ്ങനെ തകരാറുണ്ടെന്ന് വരുത്തി തീർക്കൽ ഇസ്ലാമിന്റെ മിത്രങ്ങൾക്ക് പറ്റിയതല്ല, ശത്രുക്കളുടെ പണിയാണത്. ഇതാണ് എനിക്ക് ആദ്യം പറയാനുള്ളത്. പിന്നെ ഒരു വാചകം ഞാൻ പറയും, നിങ്ങൾ എഴുതിയെടുത്തോളി. പേനയും കടലാസും ഇല്ലെങ്കിലും മനസ്സിൽ എഴുതിക്കോളി. മുത്വീഉർ റസൂലി, റസൂലിനെ അനുസരിച്ചവൻ ആരാ? മുസ്ലിം. റസൂലിനെ അനുസരിച്ചവൻ മുസ്ലിം. ആബിദുർ റസൂലി, റസൂലിനെ ഇബാദത്ത് എടുത്തവൻ ആരാ? കാഫിർ. ഖലാസ്. നോക്ക്, ആബിദുർ റസൂലി എന്നതിനെ അനുസരിച്ചവൻ എന്ന അർത്ഥം വെച്ചാലോ എന്ത് വരും? ആബിദുർ റസൂലി മുസ്ലിം എന്ന് വരും. അങ്ങനെ ഉണ്ടോ? അങ്ങനെ ഉണ്ടാകാൻ പറ്റുമോ? വളരെ തെളിഞ്ഞ ഉപരിപ്ലവമായ ഒരു പച്ചപരമാർത്ഥമാണിത്. പറ്റൂല. പിന്നെ ഇതിൽ നിന്ന് ഒരുപാട് പ്രശ്നങ്ങൾ ഉത്ഭവിച്ചിട്ടുണ്ട്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹജ്ജത്തുൽ വിദാഇലെ ഖുത്ബയിൽ, അതിപ്രധാനമായ ആ ഖുത്ബയിൽ പറഞ്ഞു, അലാ, ശ്രദ്ധിച്ചോളി, വഇന്ന ശൈത്താന ഖദ് യഇസ അൻ യുഅബദ ഫീ ബലദികും ഹാദാ, നിങ്ങളുടെ ഈ നാട്ടിൽ പിശാചിന് ഇബാദത്ത് എന്നുള്ളത് ഒരിക്കലും ഉണ്ടാവില്ല എന്ന് പിശാച് മനസ്സിലാക്കിയിരിക്കുന്നു. പിശാചിന് ഇബാദത്ത് ഇനി അവിടെ ഉണ്ടാവില്ല. അറഫയിൽ വെച്ചാണ് പ്രസംഗം. അവിടെ എന്നുള്ളത് ഏതുവരെ എന്നുള്ളത് അഭിപ്രായ വ്യത്യാസമുണ്ട്. എങ്കിലും ഹറമൂന്നായിക്കോട്ടെ എന്നുള്ള അധികാരികളും വിശദീകരണം പോട്ടെ. ഇബാദത്ത് ഉണ്ടാവൂല.
വലാകിന്നഹു റളിയ, പക്ഷെ പിശാച് തൃപ്തിപ്പെട്ടിരിക്കുന്നു, ബിഅൻ യുതാഅ, അവനെ അനുസരിക്കുന്നതിൽ തൃപ്തിപ്പെട്ടിരിക്കുന്നു, ഫീമാ ദൂന ദാലിക, താഴെയുള്ള മറ്റു വിഷയങ്ങളിൽ എന്ന്. അപ്പൊ എന്താ ഇപ്പൊ അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞത്? ഇബാദത്ത് ഉണ്ടാകയില്ല, ഇതാഅത്ത് അനുസരണം ഉണ്ടാകും എന്ന്. അത് ഇവർക്ക് പറ്റിയില്ല. ഇവർക്ക് അവിടെ വെറുപ്പും പ്രയാസവും തോന്നി. എന്താ വിശേഷം? ഞാൻ കണക്ക് തീർത്ത് പറയട്ടെ. അള്ളാഹുവിന്റെ റസൂൽ പറഞ്ഞ ഒരു വിഷയത്തിൽ വെറുപ്പ് തോന്നിയവൻ കാഫിറാകുന്നു. അതിനൊക്കെ ഇടവന്നത് എന്താ? ഇബാദത്തിന് അനുസരണം എന്ന അർത്ഥം വെച്ചതാ. എന്തൊരു അപകടം! എന്താണ് ചെങ്കായിമാരെ ഇവർ ഇത്ര ആലോചിക്കാത്ത? എനിക്ക് വളരെ വ്യസനം തോന്നുകയാണ്, വലിയ അത്ഭുതം തോന്നുകയാണ്. പറ്റൂല. ഇവിടുന്ന് ഞാൻ തുടങ്ങിയിട്ട് ഒരുപാട് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ട് അനുസരണം എന്ന അർത്ഥം വെച്ചത്. ഞാൻ ഈ കൂട്ടരുമായിട്ട് നമ്മുടെ നാട്ടിൽ ഒരു പ്രചാരണം തുടങ്ങിയതോടുകൂടി വളരെ ലോക്യത്തിലായിരുന്നു. അതിന്റെ സ്ഥാപക അമീർ എന്റെ വളരെ സ്നേഹിതനാണ്, ചെറുപ്പം മുതൽ. ഒരിക്കൽ ഞങ്ങൾ തമ്മിൽ സംസാരിച്ചുകൊണ്ടിരുന്നപ്പോൾ ഈ സമുദായത്തിന്റെ ദുരവസ്ഥയെ സംബന്ധിച്ചും നേതാക്കന്മാരുടെ വീഴ്ചകളെ സംബന്ധിച്ചും സംസാരിച്ചു. ആ കൂട്ടത്തിൽ എന്റെ ബഹുമാന്യ ഗുരുനാഥൻ, അതായത് ഞാൻ തുറന്നു പറയുന്നു, എന്റെ കണ്ണുകൊണ്ട് അത്ര നല്ലൊരു മനുഷ്യനെ ഞാൻ കണ്ടിട്ടില്ല, ചരിത്രത്തിൽ വായിച്ചിട്ടുണ്ട്. അങ്ങനത്തെ എന്റെ ഉസ്താദ്, നിങ്ങൾ പേര് കേട്ടിട്ടുണ്ടാവും, KM മൗലവി. അദ്ദേഹത്തെ പറ്റി അദ്ദേഹം വഴികെട്ടവനാണെന്ന് പറഞ്ഞു. ഈ പാർട്ടിയുടെ സ്ഥാപക നേതാവ്. എന്താണ് സംഗതി എന്ന് ഞാൻ ചോദിച്ചു. അപ്പോൾ പറഞ്ഞത് ബ്രിട്ടീഷ് ഗവൺമെന്റ്, അന്നാണത്, സ്വാതന്ത്ര്യത്തിന്റെ മുമ്പാണ് ഈ സംഭാഷണം കേട്ടോ. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭരണ നിയമങ്ങൾക്ക് കീഴടങ്ങിയാണല്ലോ അദ്ദേഹം ഇവിടെ ജീവിക്കുന്നത്. ബ്രിട്ടീഷ് ഗവൺമെന്റിന്റെ ഭരണ നിയമങ്ങൾക്ക് കീഴടങ്ങൽ മനുഷ്യൻ കാഫറാവുന്ന കാര്യമാകുന്നു. ഓഹോ, അതാ വിഷയം. അദ്ദേഹം ബ്രിട്ടീഷിന്റെ ഭരണ നിയമങ്ങൾക്ക് കീഴടങ്ങിയത് നിമിത്തം അദ്ദേഹം കാഫറാണെന്ന് അപ്പം നിങ്ങൾ പറയുന്നത്? യാ സലാം. ഞാൻ പറയല്ലേ, ഇത്ര നല്ലൊരു സാലിഹായ അള്ളാഹുവിനെ ഭയപ്പെടുത്തി ജീവിക്കുന്ന മുത്തഖിയായ ഒരു മനുഷ്യൻ ഞാൻ വേറെ കണ്ടിട്ടില്ല. അപ്പൊ ഞാൻ പറഞ്ഞു, എങ്ങനെ വന്നു ഇത് എന്ന് ചോദിച്ചു. ആ ഇബാദത്തിന്റെ അനുസരണം എന്നാണ്, അങ്ങനെ വന്നതാണ്. ആഹാ, ഇബാദത്തിന് ഞാനിതുവരെ പഠിച്ച അർത്ഥം ആരാധന എന്നാണ്, അനുസരണം എന്ന അർത്ഥം ഞാൻ അറിയില്ല എന്ന് പറഞ്ഞു. അതിന്റെ ഗൊക്കൊക്കെ പറ്റിയപ്പോ എഴുതുന്നും പറഞ്ഞു. ആഹാ, എന്നാ ഞാനാ ഒന്ന് പരിശോധിക്കട്ടെ, ഇബാദത്തിന് അനുസരണം എന്നുള്ള ഈ പുതിയ അർത്ഥം എത്രത്തോളം ശരിയാണെന്നുള്ളത് ഞാനൊന്ന് പരിശോധിക്കട്ടെ. ശരിയാണെന്ന് തെളിഞ്ഞാൽ ഞാൻ നിങ്ങളുടെ കൂടെ ഉണ്ടാകും, അല്ലാത്ത പക്ഷം ഞാൻ നിങ്ങളുടെ എതിർഭാഗത്തും ഉണ്ടാവും കേട്ടോ എന്ന് പറഞ്ഞു. അങ്ങനെ തുടങ്ങി പരിശോധിക്കാൻ. ധാരാളം പണ്ഡിതന്മാരുമായി ചർച്ച ചെയ്യുകയും ധാരാളം കിതാബുകൾ പരിശോധിക്കുകയും ചെയ്തു. അന്ന് കേരളത്തിലൊന്നും എവിടെയും ഇല്ലാത്ത ഒരു വലിയ ഡിക്ഷണറി, ലിസാനുൽ അറബ് എന്ന പേര്, മെമറാബാദിൽ ഉണ്ടെന്ന് അറിഞ്ഞിട്ട് അവിടെ പോയി അത് നോക്കാൻ. അത്രയൊക്കെ ഞാൻ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഈ വിഷയത്തിൽ. ആ മെമറാബാദിൽ പോയി ലിസാനുൽ അറബ് നോക്കിയപ്പോൾ അതിൽ നിന്ന് ഒരിക്കലും ആ അർത്ഥം ശരിയാവില്ല എന്നും തെളിവ് കിട്ടി. അതിൽ പറഞ്ഞൊരു വാചകം ഞാൻ കാണാപ്പാടാക്കിയതാണ്. വഅമ്മാ അബ്ദുൻ ഖദമ മൗലാഹു ഫലാ യുഖാലു അബ്ദഹു. ഒരു അടിമ യജമാനന് ഖിദ്മത്ത് ചെയ്താൽ, ഖിദ്മത്ത് ഇപ്പം എന്താ? യജമാനോട് അനുസരണല്ലേ ഖിദ്മത്ത്? അനുസരണക്കേടായിട്ടുള്ള ഒരു ഖിദ്മത്തുണ്ട്. ഖിദ്മത്ത് ചെയ്താൽ ഫലാ യുഖാലു അബ്ദഹു, ഇബാദത്ത് ചെയ്തു എന്ന് പറയൂല. അതാണ് കണ്ടത്. എന്റെ യാത്ര മുതലായെന്ന് പറഞ്ഞു ഞാൻ. അങ്ങനെയുള്ള എന്റെ ആ അന്വേഷണം, ആ അന്വേഷണത്തിന് വേണ്ടി ഞാൻ ചെയ്തിട്ടുള്ള ത്യാഗങ്ങൾ എന്നെ ഇപ്പോൾ നിങ്ങൾ കാണുന്നിടത്ത് എത്തിച്ചു. അതെന്ന് ചുരുക്കം. സഹോദരങ്ങൾ, മഹാ അപകടമാണ്. അപ്പോ അനുസരണം എന്നുള്ള അർത്ഥം ഇവിടെ ഒക്കൂല. അർത്ഥം അതിനുണ്ടോ ഇല്ല എന്നുള്ളത് പ്രശ്നമല്ല, ഇവിടെ അത് പറ്റൂല എന്നുള്ളതാ പ്രശ്നം കേട്ടോ. അത് എങ്ങനെ നമ്മൾക്ക് ബോധ്യപ്പെടും?
ഇതന്നെ ഒന്നും വേറെ സ്ഥലത്തും പലരെ അനുസരിക്കാൻ അള്ളാഹു കൽപ്പിച്ചിരിക്കുന്നു. അതുകൊണ്ട് ഇവിടെ അർത്ഥം വെക്കാൻ പറ്റൂല. വ്യക്തമായ തെളിവാണ്. ഇനി നമ്മളൊന്ന് പരിശോധിക്കുക. ഇബാദത്തിന് അള്ളാഹുവിന് മാത്രം എന്ന് ഇബാദത്ത് അള്ളാഹുവിന് മാത്രം എന്ന് പ്രബോധനം ചെയ്യാൻ വന്ന പ്രവാചകന്മാരുടെ ചരിത്രത്തിലേക്ക് ചെറിയൊരു എത്തിനോട്ടം. ഈ രംഗത്ത് ആദ്യം വന്നത് നൂഹ് നബിയാണെന്ന് കാണുന്നുണ്ട്. നൂഹ് നബിക്ക് മുമ്പ് പ്രവാചകന്മാർ വന്നിട്ടുണ്ടെങ്കിലും അവർക്കൊന്നും തന്നെ ബിംബാരാധനയ്ക്കെതിരായി പ്രസംഗിക്കേണ്ടി വന്നിട്ടില്ല. ബിംബാരാധന ലോകത്ത് തുടങ്ങിയതിനു ശേഷം അള്ളാഹു അയച്ച പ്രവാചകൻ നൂഹ് നബിയാണ്. അപ്പൊ അദ്ദേഹം ആ കാര്യത്തിൽ പ്രവർത്തിക്കേണ്ടി വന്നു. അദ്ദേഹത്തിന്റെ ജനത വദ്, സുവാഅ്, യഗൂസ്, യഊഖ്, നസ്ർ ഇങ്ങനെ 5 ഔലിയാക്കന്മാർ ഔലിയാക്കന്മാർ തന്നെ പറഞ്ഞു ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു. നൂഹ് നബി വന്നിട്ട് പറഞ്ഞു പാടില്ല, വദ്, സുവാഅ് മുതലായവർക്ക് ഇബാദത്ത് പാടില്ല, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്? വദ്, സുവാഅ് മുതലായവരെ അനുസരിക്കാൻ പാടില്ല എന്നല്ല അർത്ഥം. അവർക്ക് അടിമപ്പെടാൻ പാടില്ല എന്നുമല്ല. പിന്നെയോ വദ്, സുവാഅ് മുതലായവരെ ആരാധിക്കാൻ പാടില്ല എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. വേറൊന്നും അവിടെ പറ്റൂല. ഒന്ന്. പിന്നീട് വന്ന ഏറ്റവും പ്രധാനപ്പെട്ട പ്രവാചകൻ ഇബ്രാഹിം നബി അലൈഹി ഇസ്ലാമിന്റെ കഥയും കൂടി കേൾക്കുക. ഇബ്രാഹിം നബി വന്നപ്പോൾ മനുഷ്യർ സൂര്യൻ, ചന്ദ്രൻ, നക്ഷത്രങ്ങൾ, വിഗ്രഹങ്ങൾ ഇവരെയെല്ലാം ആരാധിക്കുന്നവരായിരുന്നു. ഇതൊന്നും പാടില്ല. ഇബാദത്ത് അള്ളാഹുവിന് മാത്രമേ ആകാവൂ. നമ്മളെ സൃഷ്ടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന സർവശക്തനായ ആ യജമാനന് മാത്രമേ, അവനക്ക് മാത്രമേ ഇബാദത്ത് പാടുള്ളൂ, ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന് ഇബ്രാഹിം നബി പറഞ്ഞു. അപ്പൊ അതിന്റെ അർത്ഥം സൂര്യനെയും ചന്ദ്രനെയും അനുസരിക്കാൻ പാടില്ല, സൂര്യൻ, ചന്ദ്രൻ മുതലായതിനൊന്നും അടിമപ്പെടാൻ പാടില്ല എന്നല്ല. ആ രണ്ടർത്ഥം അവിടെ പറ്റൂല. ആരാധിക്കുക എന്നുള്ള അർത്ഥം തന്നെ അവിടെ ഉള്ളൂ. 2. അവിടെ വേറൊന്നും കൂടി ശ്രദ്ധിക്കാനുണ്ട്. അന്നത്തെ ഭരണാധികാരി ലോകത്ത് അറിയപ്പെട്ട അതിദുഷ്ടന്മാരായ താഗൂത്തുകളിൽ പ്രധാനിയായിരുന്നു നമ്രൂദ്. നമ്രൂദിന്റെ ഭരണത്തിന് കീഴിലാണ് ഈ ജനത വളരുന്നത്, ജീവിക്കുന്നത്. എന്നാൽ ആ ഭരണം സംബന്ധിച്ച് എന്തെങ്കിലും ഇബ്രാഹിം നബി പറഞ്ഞതായ ഒരു റിപ്പോർട്ട് എവിടെയും ഖുർആനിൽ കാണുന്നില്ല. നേരെ മറിച്ച് ഈ ആരാധന സംബന്ധിച്ചുള്ള അതിഭയങ്കരമായ വിഷയങ്ങൾ കാണുന്നു. ഒരു തുണയില്ലാത്ത സന്ദർഭത്തിലാണ് രാജധാനിയിലെ അമ്പലത്തിൽ കയറി ചെന്നിട്ട് വിഗ്രഹങ്ങളെല്ലാം തച്ചുടച്ചത്. അത്ര വിപ്ലവം നടത്തിയ ഒരു പ്രവാചകനെ നമ്മൾ വേറെ അറിയുന്നില്ല. ആ വക വിഷയങ്ങളൊക്കെ ഖുർആനിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നു. നമ്രൂദിന്റെ ഭരണത്തിനെതിരായി നമുക്കൊരു ഹുക്കൂമത്തെ ഇലാഹി ഉണ്ടാക്കണം, അല്ലാതെ രക്ഷയില്ല എന്ന് ഇബ്രാഹിം നബി എവിടെയും പറഞ്ഞിട്ടില്ല. അപ്പോൾ ആ വിഷയം തന്നെ അപ്രസക്തം എന്നാ ഞാൻ പറയുന്നത്. പിന്നീട് വന്ന മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്നപ്പോൾ മനുഷ്യർ ലാത്ത, ഉസ്സ, മനാത്ത് മുതലായ വിഗ്രഹങ്ങൾക്കും മറ്റ് പല മഹാത്മാക്കൾക്കും ഇബാദത്ത് ചെയ്യുന്നവരായിരുന്നു. ഇതൊന്നും പാടില്ല, ഇബാദത്ത് അള്ളാഹുവിന് മാത്രം, ലാ ഇലാഹ ഇല്ലല്ലാഹു എന്ന് മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പ്രബോധനം ചെയ്തപ്പോൾ അതിന്റെ സാരം ലാത്തയെയും ഒന്നും ആരാധിക്കാൻ പാടില്ല, അള്ളാഹുവിന് മാത്രം ആരാധിക്കണം എന്ന് തന്നെയാണ് അതിന്റെ അർത്ഥം. അനുസരണത്തിന്റെയും അടിമത്വത്തിന്റെയും വർത്തമാനം അവിടെ ഇല്ല. 3 പ്രവാചകന്മാരുടെ, പ്രധാനികളായ പ്രവാചകന്മാരുടെ വിഷയത്തിലേക്കാണ് ഞാൻ ഇപ്പോൾ ചൂണ്ടിക്കാണിച്ചത്. എന്നാൽ മറ്റെല്ലാ പ്രവാചകന്മാരും ഇങ്ങനെ തന്നെ എന്നുള്ളതിൽ യാതൊരു സംശയത്തിനും വകയില്ല. അപ്പോൾ അമ്പിയാക്കന്മാരുടെ അടുക്കൽ ഇബാദത്തിന് ആരാധന എന്നർത്ഥമല്ലാതെ അനുസരണമെന്നും അടിമത്തമെന്നും ഇവിടെ അർത്ഥമില്ല. ഇത് ഇവരിപ്പോ കെട്ടിണ്ടാക്കിയതാ. എന്തിനു വേണ്ടിയും? ഭരണം സ്ഥാപിക്കാൻ വേണ്ടി. എന്നിട്ടോ എന്തായി? ഹസിറ ദുന്യാവൽ ആഖിറ. ദുന്യാവും ആഖിറും രണ്ടും നഷ്ടപ്പെട്ടു കേട്ടോ. എന്തേ നഷ്ടം വന്നത്? നമസ്കാരം, നോമ്പും, ഹജ്ജും, സക്കാത്തും ഒക്കെ ഭരണം നടത്താനുള്ള പരിശീലനമായിട്ടാണ് അള്ളാഹു ഫറലാക്കിയതെന്ന് അള്ളാഹുവിന്റെ പേരിൽ കളവ് പറഞ്ഞു വരും കേട്ടോ. അള്ളാഹു പറഞ്ഞത് നിങ്ങൾ നിസ്കാരം കൃത്യമായിട്ട് ചെയ്തോളി, നോമ്പ് നൽകി, ഹജ്ജ് ചെയ്യും, നിങ്ങളുടെ പാപം പുറത്തു തരും എന്നാണ് പറഞ്ഞത്. പരലോകത്ത് നിങ്ങൾക്ക് സ്ഥാനം തരും, രക്ഷ നൽകും എന്നാണ് പറഞ്ഞിട്ടുള്ളത്. നിങ്ങൾക്ക് ഭരണം നടത്താൻ ഇതൊരു ഉപാധിയായി അള്ളാഹു പറഞ്ഞിട്ടില്ല. എന്നിട്ട് ഇവരെന്ത് ചെയ്തു? അള്ളാഹുവിന്റെ പേരിൽ കളവ് കെട്ടി പറഞ്ഞു.
ഇതൊക്കെ അള്ളാഹു ഫറലാക്കിയത് ഈ ആവശ്യത്തിലേക്ക് വേണ്ടിയാണ്. എന്തേ ഇപ്പൊ അവിടെ വന്ന അപകടം? മഹാ അപകടം. എന്താണ്? ഇന്നമൽ അഅ്മാലു ബിന്നിയ്യാത്ത് എന്ന് സന്ദർഭവശാൽ ഞാൻ നേരത്തെ പറഞ്ഞല്ലോ. ഭരണം ഉദ്ദേശിച്ച് നമസ്കരിച്ചു, എന്നിട്ടോ വയലളി. ഭരണം കിട്ടിയോ? ഈ നിസ്കാരത്തിന് ആഖിറത്തിൽ ചെന്നാൽ കൂലി കിട്ടുമോ? ഇല്ല. അതാ പറഞ്ഞത്, ദുനിയാവ് ആഖിറവും നീട്ടപ്പെടുത്താണ് ഇവർ ചെയ്തിരിക്കുന്നത്. പാവങ്ങൾ, പോയത്തക്കാർ. ഇതെന്തൊരു അത്ഭുതം! ഇവരുടെ ബുദ്ധിക്ക് എന്ത് പറ്റിയെന്നാണ് ഞാൻ ചോദിക്കുന്നത്. അപ്പോ ഈ അമ്പിയാക്കന്മാരുടെ അടുക്കൽ ഇബാദത്തിന് ഈ അർത്ഥമല്ലാതെ അനുസരണം എന്നുള്ള അർത്ഥം ഇല്ല, അടിമത്വം എന്നുള്ള അർത്ഥവും ഇല്ല. അതിനു പുറമെ നിനക്ക് മാത്രം ഞങ്ങൾ അടിമപ്പെടുന്നു എന്ന് ഇജാക്കയമ്പത്തിന്റെ അർത്ഥത്തിൽ ഇവര് കെട്ടിച്ചുമത്തിയിട്ടുണ്ട്. ഈ ആയത്ത് മനുഷ്യർക്ക് പറഞ്ഞു കൊടുത്ത, അള്ളാഹുവിങ്കിൽ നിന്ന് വഹി ലഭിച്ചിട്ട് മനുഷ്യരെ ഇത് പഠിപ്പിച്ച ആ പ്രവാചകൻ സ്വന്തം അടിമകളുണ്ടായിരുന്നു അവർക്ക്. അടിമത്വത്തിന്റെ മേലെ തല കേട്ടോ, ഈ അതിന്റെ അപ്പുറമൊന്നും പറയാനില്ല. അങ്ങനത്തെ അടിമവേലയിൽ നിന്നാണ് നബിക്ക് ഇബ്രാഹിം എന്ന കുട്ടി ജനിച്ചത്. അറിയോ? അടിമത്വത്തിന്റെ വഴിയിലല്ലേ അത്? മാരിയത്തുൽ ഖബ്തിയ്യ നബി വിവാഹം ചെയ്ത ഭാര്യയല്ല. മിസ്റിലെ മുഖൗഖിസ് രാജാവ് ഹദിയ കൊടുത്തയച്ച അടിമയാണ്. അള്ളാഹു അനുവദിച്ച അടിമവേലയിൽ നിന്നാണ് ഈ കുഞ്ഞ് ജനിച്ചത്. ആർക്കതറിയാത്തത്? അള്ളാഹു പരിശുദ്ധ ഖുർആനിൽ വളരെയധികം പ്രശംസിച്ചിട്ടുള്ള ഇസ്മായിൽ നബി മേൽപ്രകാരം അടിമവേലയിൽ കൂടി ജനിച്ച ആളാണ്. എത്ര തെളിഞ്ഞു കിടക്കുന്ന പരമാർത്ഥങ്ങളാണിതൊക്കെ. എന്നിട്ട് പറയുന്നു പാടില്ല. ആരടാ പാടില്ല എന്ന് പറയാൻ? പഠിച്ചോ പാടുണ്ട് എന്ന് പറയുമ്പോ പഠിച്ചോന്റെ പ്രവാചകന്മാര് ആ നിലയിൽ അത് നടപ്പിൽ വരുത്തി നിൽക്കുന്ന സ്ഥിതിക്ക് പാടില്ല നിങ്ങൾ പറയേ. മൂന്നർത്ഥമുണ്ട്, മൂന്നും പരിഗണിക്കണം. ഞാൻ പറഞ്ഞു ലോകത്തൊരു മനുഷ്യൻ എന്തുവരെ അങ്ങനെ പറഞ്ഞിട്ടില്ല. മൂന്നർത്ഥം ഉണ്ടെങ്കിൽ, ഇത്ര അർത്ഥമുണ്ടെങ്കിൽ അതാത് സ്ഥലത്ത് യോജിക്കുന്നത് ഏതെന്ന് നോക്കിയിട്ട് അത് വെക്കണം. ഞാൻ ഒരു വളരെ വളരെ ഈസിയായ ഒരു ഉദാഹരണം പറയാം. നമ്മളെ ഭാഷയിൽ കരി കൊണ്ടുപോവാ എന്ന് പറഞ്ഞാൽ പല്ല് തേക്കുന്ന കരിയും തീ കത്തിക്കുന്ന കരിയും നിലം പൂട്ടുന്ന കരിയും എല്ലാം കൂടി കൊണ്ടേ കൊടുക്കണോ? എന്തൊരു കഷ്ടമാണ്! എന്ത് പറ്റിപ്പോയി ഇവരുടെ ബുദ്ധിക്ക് എന്നാണ് ചോദിക്കണത്. സഹോദരങ്ങളെ, കാര്യം മഹാപകടം. നമ്മുടെ സമുദായത്തിൽ ഇസ്ലാം ദീന് പരിശുദ്ധ ഖുർആനിൽ നിന്നും നബിചര്യയിൽ നിന്നും പഠിച്ചിട്ട് അതുപ്രകാരം ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന, അങ്ങനെ പ്രചാരവേല ചെയ്യുന്ന ചില ആളുകൾ ഉണ്ട്, ഉരുത്തിരിഞ്ഞു വന്നിട്ടുണ്ട്. ആ കൂട്ടത്തിൽ നിന്നാണ് ഈ വേർപെട്ടു പോയിരിക്കുന്നത്. എന്തൊരു സങ്കടം! ഇനിയിപ്പോ ഒന്ന് രണ്ട് ചെറിയ വർത്താനം കൂടി പറഞ്ഞോട്ടെ. അരീക്കോട് അടുത്ത് കുനിയിൽ എന്നൊരു സ്ഥലം. അവിടെ ഒരു സത്യാന്വേഷണ സമിതി എന്നൊന്നുണ്ടായി. എന്നിട്ട് അവരുടെ നോട്ടീസ് ഇറക്കി. ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം സംബന്ധിച്ച് ഞങ്ങളുടെ നാട്ടിൽ അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരിക്കുന്നു. വ്യസനം തന്നെ. അള്ളാഹുവിനെ മാത്രം ആരാധനക്കർഹൻ അള്ളാഹു മാത്രമാണെന്ന് ഒരു കൂട്ടർ അർത്ഥം പറയുന്നു. അനുസരണം, അടിമത്തം, ആരാധന, ഈ മൂന്ന് കാര്യങ്ങൾക്ക് അർഹൻ അള്ളാഹു മാത്രമാണെന്ന് വേറെ കൂട്ടരും അർത്ഥം പറയുന്നു. ഇതിൽ നിന്ന് പ്രശ്നങ്ങൾ ഉത്ഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് ഇത് ശരിക്കൊന്ന് പഠിക്കാൻ ഞങ്ങൾ ആഗ്രഹിക്കുന്നു. ജനങ്ങളും പഠിക്കട്ടെ. ഈ രണ്ട് കക്ഷിയിലും പെട്ട ആലിമീങ്ങളെ ഞങ്ങൾ അവരവരുടെ വാദം തെളിയിച്ച് പ്രസംഗിക്കാൻ ക്ഷണിക്കുന്നു. ജനം രണ്ടും കേട്ടിട്ട് ഓരോരുത്തർക്കും മനസ്സിലാകുന്ന പ്രകാരം അവർ തീരുമാനിച്ചു കൊള്ളട്ടെ. ഈ പൊതുവായ ക്ഷണം അനുസരിച്ച് ഇവിടെ വന്ന് പ്രസംഗിക്കാൻ സന്മനസ്സുള്ളവർ ദയവുണ്ടായി ആ വിവരം ഞങ്ങളെ അറിയിക്കണമെന്ന് അപേക്ഷിക്കുന്നു.
ഇന്ന തീയതി വരെ 1.5 മാസത്തെ അവധി നിശ്ചയിച്ചിട്ട് ഇന്ന തീയതി വരെ ഞങ്ങൾ ഇതിൽ കാത്തിരിക്കുന്നതാണ്. അതിനുശേഷം പ്രാസംഗികന്മാരുടെ പേരും മറ്റു വിവരങ്ങളും കാണിച്ച് രണ്ടാമത് നോട്ടീസ് ഇറക്കുന്നതും പരിപാടി നടത്തുന്നതുമാകുന്നു ഇൻഷാ അല്ലാഹ്. ഏതെങ്കിലും ഒരു കൂട്ടർ മുന്നോട്ട് വരാതിരിക്കുന്ന പക്ഷം അവരുടെ കാര്യം പിഴവിലാണെന്ന് അവർ കരുതുന്നു എന്ന് ഞങ്ങൾ പറയും. ഈ യോഗത്തിൽ അധ്യക്ഷം വഹിക്കാൻ പേര് പറഞ്ഞാലിപ്പോ എന്താ വല്ലതും ഉണ്ടോ? അമീർ സിദ്ദീഖ് ഹസൻ സാഹിബിനെ ഞങ്ങൾ ക്ഷണിക്കുന്നതാകുന്നു. അദ്ദേഹം സ്വീകരിക്കാത്ത പക്ഷം കെ ഉമർ മൗലവിയെ ക്ഷണിക്കുന്നതാകുന്നു എന്നും നോട്ടീസ് ഇറക്കി. അങ്ങനെ നമ്മളെ ഈ 3 അർത്ഥം പറ്റൂല, ഒരർത്ഥമേ പറ്റുള്ളൂ എന്ന വാദക്കാരായ പലരും കത്തയച്ചു. ഞാൻ വരാം, ഞാൻ പ്രസംഗിക്കാം. ഞാനും കത്തയച്ചു. എനിക്ക് ഒരു അരമണിക്കൂർ അനുവദിക്കണം, ഞാൻ പ്രസംഗിക്കാൻ ആഗ്രഹിക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാനും കത്തയച്ചു. 3 അർത്ഥക്കാർ കുറെ ആള് കത്തയച്ചു. എല്ലാവരും പറഞ്ഞു ഈ പരിപാടി അനാവശ്യമാണ്, ഞങ്ങൾ വരൂല. എന്തേ വിശേഷം? അവരിടയ്ക്കിടയ്ക്ക് അവിടെ വന്ന് പരിപാടി നടത്തുന്ന സ്ഥലമാണിത്. എന്നിട്ട് ഇങ്ങനെ ഒരു വേദി ഉണ്ടാക്കി കൊടുത്തപ്പോ വരൂല എന്ന് പറയാൻ കാരണം എന്ത്? കഴിയൂല. പൂച്ചയുടെ മുമ്പിലേക്ക് മീന് കൽപ്പിച്ചു കൂട്ടി ചാടൂലല്ലോ, വരൂല. അങ്ങനെ അവസാനം യോഗം നടന്നു. ഈ കഴിഞ്ഞ സെപ്റ്റംബർ 15-ാം തീയതി യോഗം നടന്നു. ഞാനും എൻ്റെ കുറച്ച് സ്നേഹിതന്മാരും കൂടി അവിടെ ചെന്നു. അപ്പോൾ മറ്റൊരു അവിടെ നോട്ടീസ് എഴുതി വെച്ചിരിക്കണേ 15-ാം തീയതി ഈ പരിപാടി നടക്കുകയില്ല. നാടുകൾ വലിയ പോസ്റ്ററുകൾ എഴുതി വെച്ചിരിക്കുന്നു. ആ കാരണത്താൽ എത്രയോ ആളുകൾ വരാൻ ഉദ്ദേശിച്ചത് വേണ്ടാന്ന് വെച്ചു. ബസ് ഏർപ്പാട് ചെയ്തിരുന്നു അത്ര ചില നാട്ടുകാർ ഈ യോഗത്തിന് വരാൻ വേണ്ടി. അതൊക്കെ ക്യാൻസലായി. അങ്ങനെ യോഗം നടന്നു. പക്ഷെ എനിക്ക് പ്രസംഗം ഡോക്ടർമാർ ഇമാമും ജമാഅത്തുമായി വിരോധിച്ച ഒരു കാലഘട്ടമായിരുന്നു അത്. യാത്രയും പ്രസംഗവും എന്നോട് കഠിനമായി വിരോധിച്ചു. എനിക്ക് സുഖമില്ലത്രേ. അവർ പറയാ നാട്ടിൽ കുറച്ചൊരു അറ്റാക്ക് ഉണ്ട്, അതുകൊണ്ട് ഇതൊന്നും പാടില്ല. എനിക്കത് തോന്നിയിട്ടില്ല കേട്ടോ. എന്താ ഒരു കൊതു അടിക്കുന്ന വേദനയും കൂടി എനിക്കുണ്ടായിട്ടില്ല. പിന്നെ ഇവർ അപ്പൊ പറഞ്ഞു അങ്ങനെയുള്ളതാണ് ഏറ്റവും കടുപ്പമെന്ന്. ഞാൻ പിന്നെ എന്റെ മക്കളും ഡോക്ടർമാരെല്ലാം കൂടി ഇങ്ങനെ പറഞ്ഞത് കൊണ്ട് എന്തെങ്കിലും ആട്ടെ എന്നും പറഞ്ഞ് അവർ പറഞ്ഞു പ്രകാരം 3 ആഴ്ച വിശ്രമിക്കാൻ തീരുമാനിച്ചു. വീട്ടിൽ കിടക്കുകയാണ്. അതിന്റെ ഇടയിലാണ് ഈ 15-ാം തീയതി വന്നത്. ഞാൻ പറഞ്ഞു എനിക്ക് കാറിൽ ഇരുന്ന് പോകാൻ ആഫിയത്തുണ്ടെങ്കിൽ ഞാൻ പോകും, പക്ഷെ പ്രസംഗിക്കണില്ല. പ്രസംഗം എഴുതി ആരെക്കൊണ്ടെങ്കിലും വായിപ്പിക്കാൻ നിശ്ചയിച്ചു. എഴുതി നോക്കിയപ്പോൾ എനിക്ക് തോന്നി അത് അച്ചടിക്കലാന്നല്ലായിരുന്നു. അങ്ങനെ അച്ചടിച്ചു. അവിടെ പോയി തിരുവങ്ങാടി PSM കോളേജിലെ ലെക്ചറായിരുന്ന ദാവൂദ് എന്നൊരു എൻ്റെ ഭാര്യയുടെ അടുത്ത ബന്ധുണ്ടായിരുന്നു. അവിടെ വായിച്ചു. അച്ചടിച്ചു കൊണ്ടുപോയത് അവിടെ വിതരണം ചെയ്തു. അപ്പോ നേരെ തന്നെ അന്ന് അവിടെ വലിയൊരു ബോർഡിൽ നോട്ടീസ് എഴുതി വെച്ചിരിക്കുന്നത് ഒക്ടോബർ ആദ്യത്തെ ആഴ്ചയിൽ അവരുടെ ഒരു വക്താവ് അബ്ദുള്ള കോയ തങ്ങൾ ഇവിടെ ലാ ഇലാഹ ഇല്ലല്ലാഹുവിന്റെ അർത്ഥം വിശദീകരിച്ച് പ്രസംഗിക്കുന്നതാകുന്നു എന്നൊരു നോട്ടീസ് എഴുതി വെച്ചു. അപ്പൊ ഞാൻ വീട്ടിൽ ചെന്നിട്ട് അവിടുന്ന് അന്ന് തന്നെ ചെറിയൊരു നോട്ടീസ് ഉണ്ടാക്കി അച്ചടിച്ച കൊടുത്തയച്ചു. ഒക്ടോബർ ആദ്യത്തെ ആഴ്ചയിൽ ഇങ്ങനെ ഇന്ന ആള് പ്രസംഗിക്കുമെന്ന് നോട്ടീസ് കണ്ടു. സംശയം ചോദിക്കുവാൻ അനുവദിക്കുമോ? അനുവദിക്കുമെങ്കിൽ ഞാൻ വരുന്നതാകുന്നു എന്ന് നോട്ടീസ്. അനുവാദമില്ല, ഞങ്ങൾക്ക് പോലുമില്ല. എന്നിട്ട് ആ പറഞ്ഞതിന്റെ മുമ്പ് ഒക്ടോബർ ആദ്യത്തെ ആഴ്ച എന്നാണ് പറഞ്ഞിരുന്നത്. അതിന് മുമ്പത്തെ വെള്ളിയാഴ്ച രാവിലെ ജുമയ്ക്ക് മുമ്പ് ഞാൻ പള്ളിയിൽ പോയി. ഞാനാണെങ്കിൽ അന്ന് ആ വിശ്രമത്തിന്റെ കാലം തന്നെയാണ്. അപ്പൊ പള്ളിയിൽ ഒരാൾ വന്നിട്ട് എന്നോട് പറഞ്ഞു, മാധ്യമത്തിൽ ഇന്നത്തെ പരിപാടിയിൽ ഒരു കാര്യമുണ്ട്, എന്താന്ന് ചോദിച്ചു.
കുനിയിൽ ഷെയ്ഖ് മുഹമ്മദ് കാരക്കുന്നും അബ്ദുള്ള കോയ തങ്ങളും പ്രസംഗിക്കുന്നതാകുന്നു എന്ന് ഇന്നത്തെ പരിപാടിയിൽ പറയുന്നു. ഞാൻ അപ്പം തന്നെ ചെറിയ നോട്ടീസ് എഴുതി അച്ചടിച്ച് വൈകുന്നേരം അങ്ങോട്ട് കൊടുത്തയച്ചു. പാവം ജമാഅത്തെ ഇസ്ലാമി എന്നാണ് ഹെഡിങ്. അങ്ങനെ അവിടെ കൊണ്ടുപോയി വിതരണം ചെയ്തു. അവർ പ്രസംഗിച്ചത്രേ. പ്രസംഗത്തില് വിഷയത്തെപ്പറ്റി കാര്യമായിട്ടൊന്നും പറഞ്ഞല്ല. ഉമർ പോലും ഒരു പ്രശ്നം കൊള്ളൂല്ല. അതാ പറഞ്ഞത്. ആട്ടെ, ഇപ്പൊ രണ്ടാമത് ഇപ്പൊ അതിന് വേണ്ട ഏർപ്പാടൊക്കെ ഞാൻ പറഞ്ഞു വെച്ച് പോന്നിരിക്കുകയാണ്. അങ്ങനെ കുനിയിൽ ജമാഅത്തെ ഇസ്ലാമിയുടെ കുനിയൽ തുടങ്ങി. അത് ഇനി ഇൻഷാ അല്ലാഹ് അടുത്ത് പൂർത്തിയാവും. ഇത് രസത്തിന് പറഞ്ഞതാ അവിടെ കണ്ടത്. എന്നോട് ഈ വിഷയം ഇവിടെ പ്രസംഗിക്കാൻ ആവശ്യപ്പെട്ടതിന് ഞാൻ നന്ദി പറയുന്നു. ഇങ്ങനെ കേൾക്കാൻ നിങ്ങളെല്ലാം തയ്യാറായതിന് നിങ്ങൾക്കും നന്ദി പറയുന്നു. സത്യം ശരിയായിട്ട് മനസ്സിലാക്കി അതിനെ പിൻപറ്റി ജീവിക്കുവാൻ അള്ളാഹു നമ്മെ എല്ലാവരെയും അനുഗ്രഹിക്കട്ടെ. നമ്മുടെ സമുദായത്തിൽ ഉടലെടുക്കുന്ന ഇത്തരം പുതിയ പുതിയ ആദർശങ്ങളെ, ഇസ്ലാമിന്റെ പേരിൽ വെച്ച് കെട്ടപ്പെടുന്ന ആദർശങ്ങളെ ഇവിടെ സത്യാവസ്ഥ വെളിവാക്കി ജനങ്ങളെ ബോധവൽക്കരിക്കാൻ അള്ളാഹു നമ്മെ അനുഗ്രഹിക്കട്ടെ. വസല്ലല്ലാഹു അലാ നബിയ്യിനാ മുഹമ്മദിൻ വആലിഹി